വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി മിൻ റളിവാനില്ലാഹ്. അമ്മാ ബഅദ്. യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മാ ലീ സിവാക വലാ അൽവി അലാ അഹദി യാ മൻ യഖൂമു മഖാമൽ ഹംദി മുൻഫരിദ ലിൽ വാഹിദിൽ ഫർദി ലം യൂലദ് വലം യലിദ്. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം. ഏറെ ആദരവുകളുള്ള സാദാത്തുക്കൾ, പരിപാടിക്ക് പ്രൗഢമായ ഉദ്ഘാടനം നടത്തി തന്ന കൊമ്പ ഉസ്താദ് അടക്കമുള്ള ഉസ്താദുമാർ, പ്രാസ്ഥാനിക നേതാക്കൾ, പ്രിയപ്പെട്ട മുഅ്മിൻ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് സ്വീകരിക്കുകയും ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരണപ്പെടാൻ ഈ സദസ്സ് ഒരു കാരണമാക്കുകയും ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ പൊരുത്തം ലഭിച്ച് ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളിൽ നിന്നെല്ലാം മഗ്ഫിറത്ത് ലഭിച്ച് ഈമാനോടെ മരിച്ചു കിട്ടാനാണ് ദുആഇന് ഇജാബത്ത് കിട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം ദുആ ചെയ്യേണ്ടത്. ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹു അക്കാര്യം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ആ അർത്ഥത്തിൽ നമ്മുടെ ഈ മജ്ലിസിനെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ദീർഘമായ ഒരു പ്രഭാഷണം ഉദ്ദേശിക്കുന്നില്ല. വിശുദ്ധ ഖുർആനിൽ എല്ലാ ആശയങ്ങളും മേളിച്ചിട്ടുണ്ടെന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുകയും സ്വഹാബത്തുകൾ ഒരുമിച്ച് കൂടുന്നിടത്തെല്ലാം പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുകയും വേറെ ഒരു സൂറത്തും ഇറങ്ങിയില്ലെങ്കിൽ തന്നെയും ഈ സൂറത്ത് മാത്രം മതി നമുക്ക് ശരിയുടെ വഴിയിൽ സഞ്ചരിക്കാൻ എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വിശേഷിപ്പിക്കുകയും ചെയ്ത സൂറത്താണ് സൂറത്തുൽ അസ്ർ. ആ സൂറത്തിനെ അധികരിച്ച് കുറഞ്ഞ സമയം സംസാരിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. വിശുദ്ധ ഖുർആനിലെ 114 ബിസ്മികൾ, ഒരു സൂറത്തിൽ ബിസ്മി ഇല്ലെങ്കിലും മറ്റൊരു സൂറത്തിൽ 2 ബിസ്മി നമ്മൾ പാരായണം ചെയ്യാറുണ്ട്. അങ്ങനെ ആകെയുള്ള 114 ബിസ്മികൾക്ക് 114 അർത്ഥങ്ങൾ മുഫസ്സിരീങ്ങൾ എഴുതി വെക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഒരായത്തും മുമ്പ് പറഞ്ഞ ആയത്തിൻ്റെ ആവർത്തനങ്ങളല്ല, മറിച്ച് പുതിയൊരാശയമോ നൽകിയ ആശയത്തിനെ ശക്തിപ്പെടുത്തുന്നതോ ആയ സമ്പൂർണതയുടെ വിലാസങ്ങളാണ് ഓരോ ആയത്തുകളിലും മേളിച്ചു നിൽക്കുന്നത്. ഇമാം ഖതീബു ഷിർബീനി റഹിമഹുല്ലയുടെ അസ്സിറാജുൽ മുനീർ നമുക്ക് അധിക വായനയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏത് ചെറിയ തെറ്റും ഏത് വലിയ തെറ്റും, ഏത് ചെറിയ നന്മയും ഏത് വലിയ നന്മയും, അതെല്ലാം അള്ളാഹുവിൻ്റെ അറിവിൽ ഉണ്ട്. വലുതാണ് എന്നതുകൊണ്ട് തെറ്റ് പൊറുക്കാതിരിക്കില്ല, ചെറുതാണ് എന്നതുകൊണ്ട് നന്മ സ്വീകരിക്കാതിരിക്കില്ല എന്നതാണ് അർ റഹ്മാൻ
അർ റഹീം എന്ന പദങ്ങളുടെ ഒരർത്ഥം. ചെറുതാണല്ലോ എന്ന് കരുതി നിസ്സാരമാക്കരുത്. ബൈത്തുൽ മുഖദ്ദസിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ സഹായിക്കാൻ ഒന്നുമില്ലാത്തതിൻ്റെ പേരിൽ ഒരു ധാന്യമണി കൊടുത്തിട്ട് സ്വതക്ക ചെയ്ത സ്ത്രീ സ്വർഗത്തിലെത്തിയിട്ടുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ. അബൂദാവൂദ് ഇമാം റഹിമഹുല്ല കപ്പലിലേക്ക് വരാൻ ഉപയോഗിച്ച തോണിക്കാരനെ വീണ്ടും വിളിച്ച് എനിക്കൊന്ന് കരയിൽ പോകണമല്ലോ എന്ന് പറയുന്നുണ്ട് ചരിത്രത്തിൽ. എന്തേ കാര്യം? അവിടുന്നല്ലേ നിങ്ങൾ വരുന്നത്? അതൊക്കെ ശരി, എനിക്ക് വീണ്ടും കരയിലെത്തണം. ആ കരയിലെത്തി തിരിച്ച് കപ്പലിലെത്തിയപ്പോൾ സഹയാത്രികർ ചോദിച്ചത്രേ, എന്തിനാണ് ഒരു ദിർഹം വെറുതെ കളഞ്ഞത്? അവിടുന്നാണ് വരുന്നത്, ഇവിടത്തേക്കാണ് തന്നെ വരേണ്ടത്, പിന്നെന്തിനാണ് ഒരു ദിർഹം വെറുതെ കളഞ്ഞത്? അപ്പോഴാണ് പറയുന്നത്, കപ്പലിലേക്ക് അടുക്കുമ്പോൾ കരയിൽ നിന്നൊരാൾ തുമ്മുന്നത് കേട്ടിരുന്നു. അയാൾ അൽഹംദുലില്ലാ പറഞ്ഞു. ഞാൻ ഇർഹമുക്കല്ലാ പറഞ്ഞാൽ അയാൾ കേൾക്കൂല. അയാൾ കേട്ടാലാണ് യഹ്ദീകുമുള്ള എന്ന ദുആ എനിക്ക് ഇങ്ങോട്ട് കിട്ടുക. അത് കേൾപ്പിക്കും വിധത്തിലുള്ള ഇർഹമുക്കല്ലക്ക് വേണ്ടിയാണ് ഞാൻ അങ്ങോട്ട് പോയത്. യാത്രക്കാർ അല്പസമയം കഴിഞ്ഞ് കേൾക്കുന്ന അശരീരി എന്താണെന്നറിയോ? ഇന്ന അബാദാവൂദ ഇസ്തറൽ ജന്നത ബിദിർഹമിൻ വാഹിദിൻ. ബുദ്ധിമാനായ അബൂദാവൂദ് റഹിമഹുല്ല ഒരു ദിർഹം കൊടുത്തിട്ട് സ്വർഗം വാങ്ങിയിട്ടുണ്ട്. അതാണ് ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ശൈആ. വെള്ളിയാഴ്ചകളിൽ അൽകഹഫ് ഓതുന്നവർക്ക് അൽകഹഫിൻ്റെ ഏട് വിതരണം ചെയ്യുന്ന പാവം വയസ്സായ മനുഷ്യൻ, അയാൾക്ക് പഴയ മദ്രസ വിദ്യാഭ്യാസമോ തജ്വീദിൻ്റെ നിയമങ്ങളോ അറിയാത്തതുകൊണ്ട് അയാൾക്ക് ഖുർആൻ ഓതാനോ വിശേഷിച്ച് അൽകഹഫ് ഓതാനോ അറിയില്ല. പക്ഷേ അയാൾക്കറിയാം ഈ വിതരണം ചെയ്യുന്ന അൽകഹഫിൻ്റെ ഏട് ചെറിയ നന്മയല്ലെന്ന്. ആ വിതരണക്കാരനെ കണ്ടാൽ നമ്മുടെ കണ്ണിൽ തോന്നരുത് ഇയാൾക്കൊന്നും വേറെ പണിയില്ലേന്ന്. അങ്ങനെ ഒരിക്കലും തോന്നരുത്. ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ശൈആ. ഒരു നന്മ ചെയ്യുന്നയാളെയും ചെറുതായി കാണരുത്. അയാളിലെ നന്മ ചെറുതാവുന്നത് കൊണ്ടാണ് ആ നന്മ ചെയ്യുന്നയാൾ നിന്റെ കണ്ണിൽ ചെറുതാവുന്നത്. അതൊരു മുഅ്മിനിന് പറ്റില്ല. അർ റഹ്മാൻ അർ റഹീം, ഏത് ചെറിയ നന്മയും സ്വീകരിക്കുന്ന അല്ലാഹ്. അർ റഹീം, ഏത് വലിയ തെറ്റും പൊറുക്കുന്ന അല്ലാഹ്. ഇതാണ് ബിസ്മിയുടെ ഒരു താല്പര്യം. എന്നിട്ട് എന്താണ് വിശുദ്ധ ഖുർആൻ തുടരുന്നത്? വൽ അസ്ർ, സമയം തന്നെ സത്യം, കാലം തന്നെ സത്യം, അസ്ർ നിസ്കാരം തന്നെ സത്യം, പകലിൻ്റെ ലാസ്റ്റ് സമയം തന്നെയാണ് സത്യം. ഇങ്ങനെ ഈ വൽ അസ്ർ എന്നുള്ളതിന് 5ലധികം വ്യാഖ്യാനങ്ങൾ മുഫസ്സിറുകൾ എഴുതി വെക്കുന്നുണ്ട്. വൽ അസ്ർ, സമയം തന്നെ സത്യം. ഈ സൂറത്തിന് വേറൊരു പേരുണ്ട്, സൂറത്തു സആദ, വിജയത്തിൻ്റെ മാനദണ്ഡങ്ങൾ പറയുന്ന സൂറത്ത്. ഈ സൂറത്തിൽ വിജയിക്കാൻ 5 വഴികളാണ് പറയുന്നത്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഈ 4 കൂടി ഒന്നിച്ചൊരാളിൽ ഉണ്ടാവൽ അപൂർവങ്ങളിൽ അപൂർവം മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ സുൽത്താനുൽ ഉലമ ഇസ്സുദ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു എഴുതി വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആദ്യം തന്നെ പറയണത് ഇത് സൂറത്തു സആദയാണ്, ജയപരാജയത്തിൻ്റെ മാനദണ്ഡങ്ങൾ പറയുന്ന സൂറത്താണ്. സആദ എന്ന പദത്തിനർത്ഥം വിജയം എന്നാണ്. ഈ സൂറത്തിലുള്ള എലമെൻസുകളെല്ലാം മേളിക്കുമ്പോഴാണ് ഒരാൾ വിജയിക്കുന്നത്. ഒരാൾ വിജയിക്കുന്നതിൻ്റെ മാനദണ്ഡങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് ആദ്യം അയാൾ ലാസ്റ്റ് സീൻ ടുഡേ 2:36 12:35 ആണ് വാട്സപ്പിലെങ്കിൽ അയാൾ ഈ സൂറത്തിൻ്റെ തഫ്സീർ പഠിക്കുകയും വേണ്ട, അയാൾ ഈ ക്ലാസ്സിൽ ഇരിക്കുകയും വേണ്ട. കണ്ടന്റ് തുടങ്ങുന്നതിന് മുമ്പ് എന്നെ ആദ്യം പറയാനുള്ളത് വൽ അസ്ർ, സമയത്തെ വെറുതെ കളയുന്നവനോട് വഅലില്ല, ദയവ് ചെയ്തിട്ട് വേറൊരാൾക്ക് സീറ്റ് കൊടുക്കണം. വൽ അസ്ർ,
സമയം കളയുന്ന ആളാണെങ്കിൽ അയാൾ വലിയ കിതാബിയാണെന്നോ അയാൾ വലിയ സംഭവമാണെന്നോ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആവശ്യമില്ലാത്ത കാര്യത്തിന് നമ്മൾ ഏതെങ്കിലും സെക്കൻഡ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ള ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് തൗഫീഖ് നഷ്ടപ്പെടും എന്നുള്ളത് തീർച്ചയാണ്. ഏത് അവയവമാണോ ആവശ്യമില്ലാത്ത കാര്യത്തിൽ സ്പെൻഡ് ചെയ്യുന്നത്, ആ അവയവത്തിന് ലഭിക്കേണ്ട നല്ലൊരു കാര്യം തീർച്ചയായിട്ടും മിസ്സായി പോകും. ഉദാഹരണം പറഞ്ഞാൽ ചരിത്രത്തിൽ കാണാം, ഒരാത്മീയ സദസ്സിൽ ഒരാളിങ്ങനെ വിതുമ്പി കരയുന്ന സമയത്ത് വേറൊരാൾ അയാളെ കണ്ട് ചിന്തിച്ചു, ഇയാളൊക്കെ അള്ളാഹിനോർത്ത് കരയുന്ന തന്നെ ആയിരിക്കുമോ? ആൾക്കാരെ മുമ്പിൽ ആൾക്കാരെ കാണിക്കാൻ ഞാൻ വലിയ ആത്മീയ ചിന്ത ഉള്ള ആളാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നാൻ, അങ്ങനെ തോന്നിപ്പിക്കാനല്ലേ അയാൾ കരയുന്നത്? ആ സ്പോട്ടിൽ അള്ളാഹ് മലക്കുകളോട് പറഞ്ഞു, അങ്ങനെ ചിന്തിച്ച ആൾക്ക് എന്നെ ഓർത്ത് കരയാനുള്ള ഒരു കൊല്ലത്തെ തൗഫീഖ് ഡിലീറ്റ് ആക്കി. കാരണം മിൻ ഹുസ്നി ഇസ്ലാമിൽ വറഇ തർക്കുഹു മാ ലാ യഅ്നീഹി, അന്യ പെണ്ണിനെ നോക്കുന്നവന് സ്വന്തം ഭാര്യക്ക് സ്റ്റൈൽ ഉണ്ടാവില്ല. അതാണ് കാര്യം. മാലായഗ്നിയിൽ ഇടപെട്ടാൽ മായഗ്നി ജീവിതത്തിൽ ഇങ്ങനെ പതിയെ മിസ്സായി പോകും. 86,400 സെക്കൻഡിൻ്റെ പേരാ 24 മണിക്കൂർ എന്നുള്ളത്. അതിലേതെങ്കിലും ഒരു സെക്കൻഡ് വേണ്ടാത്തരത്തിന് ചെലവഴിച്ചാൽ പിറ്റേന്ന് ചെലവഴിക്കുന്ന ഏതെങ്കിലും ഒരു നല്ല കാര്യം നമ്മുടെ ജീവിതത്തിൽ പതിയെ നഷ്ടപ്പെടും. അതാണ് അസ്സുഫാ ദർസിൻ്റെ 3-ാം അധ്യായത്തിൽ ല ഇൻ ശക്കർത്തും ല അസീദന്നക്കും എന്ന തഫ്സീറിനെ നമ്മൾ വായിക്കേണ്ടത്. വലഅസ്ർ, സമയത്തെ പരിഗണിക്കാത്തവനോട് എന്തു പറഞ്ഞിട്ട് കാര്യം? അദ്ദുന്യാ സഅ ഫജ്അൽഹാ ത്വഅ. ഇമാം ഷാഫി റളിയല്ലാഹുവിൻ്റെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രമേയമാവേണ്ട, ജീവിതത്തിൻ്റെ സ്റ്റാറ്റസ് ആവേണ്ട ഒരു കോണ്ടൻ്റാണത്. അദ്ദുന്യാ സഅ, ദുനിയാവെന്ന് പറഞ്ഞാൽ സമയങ്ങളാണ്. ഫജ്അൽഹാ ത്വഅ, അതിനെ മുഴുവനും ഇബാദത്താക്കി മാറ്റണം. കളി തമാശകളിൽ ഇടപെട്ടാൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ തമാശകളായി പോകും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മഹല്ലിയുടെ താഴെ കല്ലൂബിയോ അമീറയോ ആവുന്നതിന് പകരം ഫിഫൻ്റെ സ്കോർ ബോർഡാണെങ്കിൽ മഹല്ലി ഇമാമും നമ്മളും തമ്മിൽ ഒരു ബന്ധമുണ്ടാവില്ല. അതാണ് പ്രശ്നം. വലാസ്വർ, സമയത്തെ പരിഗണിക്കണം. ഒരു സെക്കൻഡ് മനഃപൂർവ്വം നമ്മൾ വെറുതെ കളയാൻ പാടില്ല. അങ്ങനെയാണ് നമ്മൾ ഖലമുൽ ഇസ്ലാം കോടമ്പുഴ ഉസ്താദിനെ വായിച്ചത്. അങ്ങനെയാണ് നൂറുൽ ഉലമ MA ഉസ്താദിനെ നമ്മൾ വായിക്കാറുള്ളത്. അങ്ങനെയാണ് നമ്മൾ സമസ്തയുടെ 100 പ്രകാശവർഷങ്ങളെ വായിക്കേണ്ടത്. ഒരു സെക്കൻഡും വെറുതെ കളയാതിരിക്കുക. സൂറത്തു ഫാത്തിറിൽ കാണാം, വഹും യസ്തരിഖൂന ഫീഹാ, ശിക്ഷകൾ അനുഭവിക്കുന്ന മനുഷ്യർ നരകത്തിൽ അട്ടഹസിക്കും. എന്താ അട്ടഹസിക്കുക? റബ്ബന അഖ്രിജ്ന, എന്നെ ഈ നരകത്തിൽ നിന്നൊന്ന് പുറത്തെടുക്കാവോ റബ്ബേ, എനിക്കൊന്ന് നരകത്തിൽ നിന്ന് പുറത്തു പോകണം. അതെന്തിനാ നരകത്തിൽ നിന്ന് പുറത്തു പോകുന്നത്? നഅമൽ സ്വാലിഹൻ, നല്ല അമലുകൾ ചെയ്തോളാം. ആക്ക് വെറുതെ, നീ പിന്നെ വാട്സപ്പും ഇൻസ്റ്റഗ്രാമും ക്രോമൊക്കെ തന്നെ ആയിരിക്കും. ഇൻസ്റ്റ വിട്ടിട്ട് എനിക്ക് ജീവിതത്തിൽ ഒരു രാത്രി പോലും ഇല്ലല്ലോ. നീ വെറുതെ പറയണം, തള്ളായിരിക്കും. അല്ല, വൈറല്ലദീ കുന്നാ നഅമൽ, പണ്ട് ചെയ്ത തമ്മാടിത്തവും തെറ്റുകുറ്റങ്ങളൊന്നും ഞാൻ ചെയ്യൂല റബ്ബേ, എന്നെ ഒന്ന് തിരിച്ചേക്കാവോ? 5 ഘട്ടങ്ങളിലാണ് ഒരു മനുഷ്യൻ തിരിച്ചു പോവാൻ ആഗ്രഹിക്കുന്നതും അള്ളാഹിനോട് ചോദിക്കുന്നതും. ഖുർത്തുബി ഇമാമിൻ്റെ തദ്കിറയിൽ നമുക്ക് വായിക്കാം. തിരിച്ചേക്കാവോ എന്ന് അട്ടഹസിച്ച് ചോദിക്കും. എന്തിന്? നന്മകൾ ചെയ്യാം, പണ്ടത്തെ പൊട്ടത്തരം ജീവിതമൊന്നും ഞാൻ ഒരിക്കലും ചെയ്യില്ല, എനിക്ക് നന്നാവണം എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ അള്ളാഹ് ചോദിക്കുന്ന ഒരു ചോദ്യം, അല്ല പണ്ടെന്തേ നന്നാവാതിരുന്നത്? പണ്ട് പെട്ടെന്ന് മരിച്ചതാണ്, അതാ കാര്യം. ഉദാഹരണത്തിന് ഒരു 21-ാം വയസ്സിലൊക്കെ മരിച്ച ഒരു ചെറുപ്പക്കാരൻ, അല്ലെങ്കിൽ ഒരു 18-ാം വയസ്സിൽ മരിച്ച ഒരു ചെറുപ്പക്കാരി ആഖിറത്തിൽ പേട് വായിക്കുക. പ്രായപൂർത്തിയായതിനു ശേഷം 6 കൊല്ലമാണ് ജീവിതത്തിൽ ഉണ്ടായത്. 6 കൊല്ലം കൊണ്ട് ചെയ്തു തീർത്ത കാര്യങ്ങൾ. വായിച്ചോളി. 4,28,336 റീൽസ് യൂട്യൂബ് റീൽസ് വഴി കണ്ടിട്ടുണ്ട്. 1.
എങ്ങനെ ഉണ്ടാവും ആ വായനൻ്റെ ഒരു രസം ആലോചിച്ച് നോക്കി. അതും മുഹിയുദ്ദീൻ ഷെയ്ഖിൻ്റെ മുമ്പിൽ നിന്നൊക്കെ വായിക്കേണ്ടതെന്ന് ആലോചിക്കുമ്പോഴേ വെറുതെ ആലോചിച്ച് നോക്കി. പ്രായം കൂടിയവർക്ക് സ്മാർട്ട് ഫോണുകൾ കിട്ടുന്നത് വലിയ അപകടമാണോ എന്നൊരാലോചിക്കേണ്ട കാലവും കൂടിയാണിത്. കാരണം ചെറുപ്പക്കാർക്ക് ഈ ഫോണൊക്കെ കിട്ടിയാൽ അവരുടെ ക്ലാസ് ടൈമും ഡ്യൂട്ടി ടൈമും കഴിഞ്ഞിട്ടേ അവർ ഫോണിൽ എൻഗേജ് ആവുള്ളൂ. ഇത് ഗൾഫ് റിട്ടയർഡായിട്ട് വന്ന ആൾക്കാർക്ക് വേറെ പണിയൊന്നുമില്ല. പണ്ട് ദലാൽ ഖൈറാത്തും വിർദുൽ ലത്തീഫും ആയിരുന്നു കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഇപ്പം പിന്നെ പത്തനംതിട്ടയിൽ പീഡിപ്പിച്ച 17 പിടിച്ച് അറസ്റ്റിലാന്നാണ് വെറും വയറ്റിൽ തന്നെ രാവിലെ വിത്ത് കട്ടൻ ചായ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വലല്ലാഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല. പണ്ടുള്ള ജീവിതത്തിനേക്കാൾ സൂപ്പറാവണം പ്രായമായാലെന്ന് ആയത്തിനൊരു തഫ്സീറുണ്ട്. അല്ലാമ ദമൻഹൂരിയുടെ തഫ്സീർ ഫൈലുൽ അമീമിൽ നമുക്കത് വായിക്കാം. പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മൾ നന്നാവുക വേണ്ടത്. അല്ലാതെ സൗദിയിൽ അൽക്കോബാറിലുള്ള മോനോട് ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ പൊട്ടീൻ്റെ നല്ലൊരു ഫോൺ കൊടുത്തേക്കട ഈ കമൻ്റ് അല്ല വേണ്ടത്. അതൊക്കെ മതിയെന്ന് ചിന്തിച്ച് ഇനി ഹൈറാത്തിൽ എൻഗേജ് ആവാൻ വേണ്ടത്. ഒരു ഓൺലൈൻ ക്ലാസ്സിൻ്റെ ന്യായാന്യം പറഞ്ഞിട്ട് കുറേ നമ്മൾ പുതിയ സ്മാർട്ട് സംവിധാനങ്ങളിലേക്ക് പോകാനല്ല നമ്മൾ ആലോചിക്കേണ്ടത്. മതി, അതൊക്കെ നിർത്താം. എൻ്റെ ജീവിതത്തിൻ്റെ സമയം കൊല്ലുന്ന ഓരോ ക്രയവിക്രയങ്ങളാണ് ഇത് എന്ന് ആലോചിക്കണം. അല്ലെങ്കിൽ ഒരു നാണക്കേടല്ലേ ശരിക്കും പറഞ്ഞാൽ. കാരണം നമ്മൾ ആഖിറത്തിൽ വെക്കുമ്പോൾ നമ്മളെ ഫോണ് നമുക്കെതിരെ സാക്ഷി വെക്കുക. അഖ്റജത്തില്ലർദു അസ്ഖാലഹ, അങ്ങനെയാണല്ലോ. ഭൂമി അതിൻ്റെ കഥ പറയും. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, ഭൂമിയിലുള്ള ഓരോ ഫോണും കഥ പറയും. ഇതാ ഈ സ്ക്രീനിലൂടെ ഇന്നതൊക്കെ കണ്ടിട്ടുണ്ടെന്ന് കഥ പറയും. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ. നമ്മളെക്കുറിച്ചൊരു ചെറിയ ഫോണ് എന്ന് പറഞ്ഞാൽ ഒരു ചാണ് വരെ ഉണ്ടാവില്ല നമ്മളെ ഫോണ്, ഒരു മുക്കാഭാഗം. ഈ ഫോണ് നമ്മളോട് എതിര് സാക്ഷിക്കുക എന്ന് പറഞ്ഞാൽ 6-7 അടിയുള്ള മനുഷ്യന്മാരോട് ഒരു ചാൺ അകലം വരെ ഇല്ലാത്തൊരു ഫോൺ നമുക്ക് എതിര് സാക്ഷിക്കുക. എന്നിട്ട് ആ എതിര് സാക്ഷി നിന്നതുകൊണ്ട് നമ്മൾ നരകത്തിൽ പോവുക. വലിയ നാണക്കേടാ. നമുക്കെതിരെ ആഖിറത്തിൽ ജിറാഫോ ആനോ ഒക്കെ സാക്ഷി നിന്നിട്ടാണ് തോറ്റതെങ്കിൽ പൊരുതി തോറ്റു. ആദ്യം നമ്മൾ ജയിച്ചില്ലായിരുന്നു, പിന്നെ അവരോടായതുകൊണ്ട് നമ്മൾ ചെറിയൊരു ദ്വീപായതുകൊണ്ട് എന്നൊക്കെ പറയാം അല്ലേ. അങ്ങനെയൊക്കെ ന്യായങ്ങളുണ്ട് വേണമെങ്കിൽ പറയാൻ. ഇതൊരു ഫോണ് നമ്മൾ തോൽപ്പിച്ച ഭയങ്കര നാണക്കേടാ, പച്ച നാണക്കേടാ. പുറത്ത് പറയാൻ പറ്റില്ല സ്കോർ ബോർഡ്, അത്രയും നാണക്കേടാ. അപ്പം നീ എന്താടാ നീ ഇപ്പം തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കണത്? പണ്ട് നന്മ ചെയ്യാനൊന്നും സമയം കിട്ടിയില്ലേ എന്ന ചോദ്യത്തിന് മൂപ്പരുടെ കമൻറ്റ് ഞാൻ പെട്ടെന്ന് മരിച്ചു പോയതാ. എത്രാം വയസ്സിൽ? 21. മാഡം 18. സോ അക്കാലം കൊണ്ടൊന്നും കാര്യമായിട്ട് ചെയ്യാൻ പറ്റിയില്ല റബ്ബേ. തിരിച്ചു പോയാൽ എന്ത് ചെയ്യാം? നഅ്മൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅ്മൽ, പണ്ട് ചെയ്ത പൊട്ടത്തരത്തുനിന്നൊക്കെ മാറി നിന്ന് നന്മയിൽ വിരാജിക്കാം എന്ന് പറയുമ്പോൾ അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യം സൂറത്തു ഫാത്തിറിലുണ്ട്. അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. അല്ല സാറേ, വയസ്സെത്ര പറഞ്ഞ് മരിക്കുമ്പോൾ? 21. 20 വയസ്സുള്ള ആയിരക്കണക്കിന് ചെറുപ്പക്കാരതാ സ്വർഗത്തിൽ ഉല്ലസിക്കുന്നു. പ്ലസ് 1 കൊല്ലം നിങ്ങൾക്ക് കിട്ടീൻ, നന്നാവാൻ അത്രയൊക്കെ മതി, ധാരാളം. മേഡെത്ര പറഞ്ഞ? 18. 15 വയസ്സുള്ള എത്ര ഫാത്തിമ ആയിഷമാർ സ്വർഗത്തിലുണ്ട്, പ്ലസ് 3 കൊല്ലം കിട്ടിയില്ലേ? ഫദൂക്കു. അന്ന് വയല് കേട്ട് പെരിന്തൽമണ്ണയിൽ നിന്ന് തിരിച്ചു പോയ ദിവസം ഉറങ്ങാൻ നേരത്തെ എത്ര മണിക്കാണ് ഫോൺ ഓഫാക്കിയത്? വജാഅകുമുൻ നദീർ. അന്ന് എത്ര മണിക്കാണ് ഓഫാക്കിയത്? വൽ അസ്ർ. സമയം കൊല്ലുന്നുണ്ടോ? ഖുർആനിൻ്റെ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നില്ല എന്നർത്ഥം. ഒരു മനുഷ്യനെ പിശാചിന് പറ്റിക്കണം എന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ് ഗോൾ പിശാചിനുണ്ടാവുക അയാളെ ഈമാനില്ലാതെ മൗത്താക്കണം എന്നുള്ളതായിരിക്കും. കാര്യം കാലാകാലം നരകത്തിൽ പോകുമ്പോൾ കൂടെ കുറച്ചാളും കൂടി ഉണ്ടായാൽ ഒരു റാഹത്താണല്ലോ. ഇബ്ലീസ് ഏതായാലും കാലാകാലം നരകത്തിലല്ലേ? അതെ. ബാക്കിയുള്ളവർ നരകത്തിലെത്തുമ്പോൾ കുറച്ച് കാലം മാത്രമാകുമ്പോൾ +2 കഴിഞ്ഞിട്ട് ഒരു പോകുന്ന മന്ത്രി പോയാൽ ശരിയാവില്ല. അതുകൊണ്ട് എനിക്ക് എല്ലാ കാലത്തും ഇവരെ കിട്ടണം എന്നതുകൊണ്ടാണ്, ഖാലിദീന ഫിന്നാറായി കിട്ടാനാണ് മനുഷ്യനെ ഈമാനില്ലാതെ മരിപ്പിക്കാൻ ഇബ്ലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കൊരു സംശയം ഉണ്ടാവും, വേറൊരാൾ നരകത്തിലെത്തിയെന്ന് വിചാരിച്ചിട്ട് ഇബ്ലീസിന് ഇപ്പം എന്താ മെച്ചമൊന്നും? അത് പ്രത്യേകിച്ച് മെച്ചമുണ്ടായിട്ടൊന്നുമല്ല. ഇബ്ലീസിന് നമ്മളെ പിഴപ്പിച്ചുകൊണ്ടും നരകത്തിലെത്തിച്ചുകൊണ്ടും ഈമാനില്ലാതെ മരിപ്പിച്ചതുകൊണ്ടും ഇബ്ലീസിന് പ്രത്യേകിച്ച് ലാഭമോ
ബോണസ് മാർക്കോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് അലവൻസോ ഒന്നും ഇബിലീസിന് കിട്ടൂല. അതുകൊണ്ടാണ് ഇബിലീസിനെ അള്ളാഹ് പരിചയപ്പെടുത്തിയത് അദുവ്വും മുബീൻ, വ്യക്തമായ ശത്രുതയാണ്. ശത്രുത മൂപ്പര് വെക്കുന്നത് വേറൊരു കാരണത്തിലൊന്നുമല്ല. ഓട്ടോ സ്റ്റാൻഡിൽ പുതിയൊരു ഓട്ടോ വന്നാൽ നിലവിലുള്ള ഓട്ടോക്കാർക്ക് വിഷമം വരുന്നത് നമ്മളെ ട്രിപ്പ് കുറയുമെന്ന് വിചാരിച്ചിട്ടാണ്. ആ അസൂയൊക്കെ പിന്നെ ഒരു മാനദണ്ഡമെങ്കിലുണ്ട്, നമ്മളെ ട്രിപ്പ് കുറയുമെന്ന്. പുതിയൊരു ബേക്കറി പെരിന്തൽമണ്ണ ടൗണിൽ തുടങ്ങിയാൽ നിലവിലുള്ള ബേക്കറിക്കാർക്ക് അത് തോന്നാൻ കാരണം എന്ന് വെച്ചാൽ ഈ എനി ചിപ്സും മിച്ചറെല്ലാം ആ ഷോപ്പിൽ നിന്ന് വാങ്ങുമെന്ന് പേടിച്ചിട്ടാണ് അല്ലേ. അതിനൊക്കെ അസൂയൊക്കെ പിന്നെ ഒരു മാനദണ്ഡമെങ്കിലും ഉണ്ട്. ഇബിലീസിനെ നമ്മളെ ഇപ്പോൾ തെറ്റയിപ്പിച്ചുകൊണ്ടും ഈമാനില്ലാണ്ട് വരുപ്പിച്ചുകൊണ്ടും ഇബിലീസിനൊന്നും കിട്ടാനൊന്നുമില്ല. എന്നാലും ഒരു സുഖം. എന്ത് സുഖം? അതിപ്പോൾ ഒരാൾ +2 മാർക്ക് നോക്കുമ്പോൾ എക്കണോമിക്സിന് തോറ്റിന്, അടുത്ത ആൾ റിസൾട്ട് നോക്കുമ്പോൾ ഇവൻ ബേക്കെന്ന് വിചാരിക്കും ഓനും തോക്കണോ, ഓൻ തോറ്റ ഇവൻ ജയിക്കോ? ഇല്ല. ഈ പരീക്ഷ ഒന്നിച്ചെഴുതാൻ പോകാൻ വേറെ തന്നെ ഒരു രസമാണ്. അപ്പോൾ ഇബിലീസിന് കുറച്ചാളെ നരകത്തിൽ കിട്ടണം. അതിനാണ് ഇബിലീസ് അൾട്ടിമേറ്റായി ലക്ഷ്യം വെക്കുന്നത്. ടാർഗറ്റ് എന്താണെന്ന് വെച്ചാൽ ഈമാൻ ഇല്ലാതെ മരിപ്പിക്കണം. അത് ഒറ്റയടിക്കാക്കാൻ പറ്റില്ലെന്ന് ഇബിലീസിനും അറിയാം. അത് ഇബിലീസ് തുടങ്ങുന്ന സ്റ്റെപ്പ് എന്താണെന്നറിയോ? ഒരു മനുഷ്യന് ഈമാനില്ലാതെ മരിപ്പിക്കണം. ഒരു ഹാജിയാരാണ് അല്ലെങ്കിൽ ഒരു ഹജ്ജുമ്മയാണ്, അത്യാവശ്യം ദീനീ ചിട്ടയിൽ ജീവിക്കുന്ന ആളാണ്. ഒറ്റയടിക്ക് ഈമാൻ തെറ്റിക്കാൻ പറ്റുമോ? ഇല്ലെന്ന് മൂപ്പർക്കും അറിയാം. കാരണം 1,00,000-ലധികം നബിമാരുടെ കാലത്ത് ജീവിച്ചുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് മൂപ്പർക്ക് ഒട്ടും കുറവില്ല. ഓരോരാളെ ഏത് ടൂൾ ഉപയോഗിച്ച് പറ്റിക്കണമെന്ന് വ്യക്തമായ പിക്ചർ മൂപ്പർക്ക് അനുഭവത്തിൽ നിന്നുണ്ട്. മക്കായിദു ശൈത്താൻ, തൽബീസ് ഇബ്ലീസ്, ഹുസ്നു തനബ്ബുഹ്, ഈ കിതാബുകളൊക്കെ മുത്താല ചെയ്താൽ ഞാൻ ഈ പറയുന്ന കോണ്ടൻ്റൊക്കെ നമുക്ക് ലഭിക്കും. ഓരോരാൾക്ക് ചില ആൾക്ക് മസല പറഞ്ഞു കൊടുത്തിട്ടാണ് പറ്റിക്കുക. ഇശാ നിസ്കാരിക്കാതെ ഉറങ്ങുന്ന ആളോട് ഇബ്ലീസ് പറയുക, ഉറക്ക് ഗാലിബായാൽ നിസ്കരിച്ച് ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് ഉറങ്ങിക്കോളീന്ന്. അതിൻ്റെ അർത്ഥം നമ്മൾ വിചാരിക്കും ഇന്ന് സുബി അല്ല ഇശാ കലാക്കാനാണ് ഇബ്ലീസ് അങ്ങനെ ശ്രമിക്കുന്നത്. അല്ല, ഇബ്ലീസ് അതിനല്ല ശ്രമിക്കുന്നത്. ഇന്ന് മൂപ്പര് 1:30, 2:30, 3:30, 4:30, 5 തവണ മൂപ്പര് ഉറക്കത്തിൽ നിന്ന് നെട്ടു. മൂപ്പര് ഭാര്യനോട് വരെ പറയും, എന്ത് ഇശാസ്കരിക്കാണ്ട് ഉറങ്ങിയാൽ ഉറക്കം അങ്ങോട്ട് കിട്ടണില്ല. അതെന്ന് വെച്ചാൽ മൂപ്പർക്ക് ഭയങ്കര ഈമാനാന്ന് തോന്നിപ്പിക്കാനുള്ള അപാര ട്രിക്കാണ്. ഇബ്ലീസും ഹവൻ നഫ്സും കൂടി ക്യാബിനറ്റ് കൂടിയിട്ട് തീരുമാനിക്കുന്നതാണത്. കം ഹസനത്ത് ലദ്ദത്തൻ ലിൽ മർഇ ഖാതിലത്തൻ മിൻ ഹൈസു ലം യദിരി അന്നസുമ്മ ഫിദ്ദസമി. ഫ്ലേവർ ഡാഫോഡിൽസ് സ്ട്രോബെറി ആയിരിക്കും, മുകളിൽ ഐസ്ക്രീമിൻ്റെ ചെറിയും വെച്ചിട്ടുണ്ടാവും. പക്ഷെ മിൻ ഹൈസു ലം യദിരി അന്നസുമ്മ ഫിദ്ദസമി, ഉള്ളിൽ വിഷം ചേർത്തിട്ടുണ്ടാവും. അതെന്താ വിഷം എന്നറിയോ? നമുക്കറിയാത്തൊരു വിഷമുണ്ട്. മൂപ്പരുടെ മനസ്സിൽ തെറ്റ് സംഭവിക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തെ മുന്നിൽ വെച്ച് തെറ്റ് സംഭവിക്കൂല എന്ന് കോൺഫിഡൻസ് കൊടുക്കും. ഉദാഹരണം പറഞ്ഞാൽ ഇശാ നിസ്കരിക്കാതെ ഉറങ്ങിയാലും എൻ്റെ ഒരിക്കലും ഇശാ ഖലാവൂല എന്നുള്ളൊരു കോൺഫിഡൻസ് അയാൾക്ക് മനസ്സിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴെങ്കിലും ഇനിയും ഇശാ നിസ്കരിക്കാതെ ഉറങ്ങാനൊരു പ്രചോദനം കൊടുത്ത് മരണത്തിനു മുമ്പ് ഒരു ഇശാ ഖലാക്കാനാണ് മൂപ്പര് ഇപ്പോൾ ആ മരുന്നെടുക്കുന്നത്. ഏതുപോലെ ഒരു നല്ല വഅള് കേട്ട്, ഒരു ഉസ്താദിൻ്റെ ദുആ കേട്ട്, മൊബൈലിൽ നിന്ന് ആപ്പും ആ തെറ്റൊക്കെ ഡിലീറ്റ് ആക്കണം, അൺഇൻസ്റ്റാൾ ആക്കണം എന്ന് വിചാരിച്ച് അപ്പോൾ ഇബ്ലീസ് തോന്നിപ്പിക്കും, എല്ലാം മോനെ ആപ്പ് ഒഴിവാക്കിയാൽ വലിയ വലിയ ഉസ്താദ്മാരെ വഅളും മദ്ഹൊക്കെ എങ്ങനെ കേൾക്കൽ, അതുണ്ടായിരിക്കെ തന്നെ എനിക്ക് നിർത്താൻ കഴിയുമെന്ന് കോൺഫിഡൻസ് തരും. അതങ്ങനെയാണ്. ആ പെണ്ണ് ആ കോളേജിൽ ചേർന്നുകൊണ്ട് ഞാൻ അവിടെ ഡിഗ്രിക്ക് അതെന്തിൻ്റെ ആവശ്യം, നീ ഇപ്പുറത്തേ പോയാൽ മതിയല്ലോ, ഓളവിടെ പഠിച്ചോട്ട്. തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കെ തെറ്റ് നിർത്താൻ കഴിയുമെന്ന കോൺഫിഡൻസ് തരുന്നത് അപാര ചതിയ. ആ ചതിയിൽപ്പെടാതിരിക്കാനാണ് 100 ആളെ കൊന്നാളോട് പറഞ്ഞത്, അതെല്ലാം ഒക്കെ നീ അവിടുന്ന് വിട്, ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിക്കുക, ആ നാട്ടിൽ നിന്ന് വിട്, ഫീസ് അടിച്ചാൽ അത് നമുക്കെന്ന് കാക്കുക, നീ അവിടുന്ന് വിട്ടോളി. അത് പിന്നെ നന്നാവലും മോശാവലൊക്കെ പിന്നെ ആ നാട്ടിൽ നിന്ന് പോട്. ആദ്യം നമുക്കതാ വേണ്ടത്. ഇബ്ലീസിൻ്റെ ചതി എന്ന് പറഞ്ഞാൽ മുആവിയ റളിയല്ലാഹു ഒരിക്കലും സുബഹി ബാങ്ക് കൊടുത്തിട്ട് ഉറങ്ങിപ്പോയി. മുആവിയ റളിയല്ലാഹുവിനെ ഇബ്ലീസ് വിളിച്ചു, മുആവിയ ഖും യാ മുആവിയ ഖദ് ഖാമത്തിസ് സ്വലാത്ത്. അപ്പോൾ മുആവിയ റളിയല്ലാഹു വെച്ച്, നിങ്ങൾ ഇബ്ലീസ് അല്ലേ? അതെ. എന്താ എന്നെ വിളിച്ചത്? എൻ്റെ നിസ്കാരം ഖലാവാനല്ലേ നോക്കേണ്ടത്? പണ്ട് നിങ്ങളുടെ ഒരു സുബഹി ഉറങ്ങിപ്പോയിട്ട് ജമാഅത്ത് വിസായതുകൊണ്ട് നിങ്ങൾ ഒരുപാട് നേരം കരഞ്ഞു. ആ കരച്ചിലിൻ്റെ കടുപ്പം കൊണ്ട് നിങ്ങൾക്ക് 1000 നിസ്കാരത്തിൻ്റെ കൂലിയ അള്ളാഹു ഏടിൽ എഴുതിയത്. ഇപ്പോൾ ജമാഅത്തിന് പോയാൽ ആകെ 27 ഇരട്ടിയല്ലേ കിട്ടുള്ളൂ. 1000 ഒന്നും സഹിക്കാൻ കഴിയില്ല, ഒന്ന് പോയി ജമാഅത്ത് പങ്കെടുത്തേന്ന്. ഇതാണ് മിസ്റ്റർ അഖില ലോക പ്രതിപക്ഷ നേതാവ് ഇബ്ലീസ്.
മൂപ്പർക്കറിയാം ഹിജാബ് ഇട്ട പെണ്ണിനെ എങ്ങനെയാണ് പറ്റിക്കേണ്ടതെന്ന്. അതുകൊണ്ടാണ് പറയണത്, നീ എന്താടാ ചെക്കന്, നീ നല്ല പെണ്ണായിട്ട് ഒരു നല്ല പ്രസ്ഥാന കുടുംബത്തിൻ്റെ ഒരു ആചാരുടെ മോളായിട്ട് എന്താ മോളെ നീ ഇങ്ങനെയാന്ന് പറഞ്ഞാൽ പറയും, ഓനധികം എനിക്ക് ബുർദെല്ലാം ചെല്ലിത്തരത്തുണ്ട്. ആയിഷ് പാത്രം മൂത്രം കൊണ്ട് തേച്ച് കഴുകുന്നു എന്ന് അതിന് പറയൽ മുല്ലാലിൽ ഖാരിയുടെ ഭാഷയിൽ. എങ്ങനെയുണ്ട്? ഇബ്ലീസിനറിയാം ഓരോരാളെ എങ്ങനെയാണ് പറ്റിക്കേണ്ടത് എന്ന്. കറാമത്തിൻ്റെ മോഡലിലൊക്കെ വന്നിട്ടല്ലേ ഇബ്ലീസ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ പറ്റിക്കാൻ നോക്കിയത്? ശരീഅത്തിൻ്റെ മാനദണ്ഡം കൊണ്ട് വലിച്ചെറിയാൻ അപാര ശക്തിയല്ലേ ജീലാനി തങ്ങൾക്ക് അല്ലാഹു കൊടുത്തത്? ആ ഇബ്ലീസ് പറ്റിക്കും. അതെങ്ങനെയാണ് പറ്റിക്കുക? ഒരു മനുഷ്യനെ പിഴപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇബ്ലീസ് ആദ്യം ചെയ്യണത് സമയം കളയലെന്ന രോഗം കൊടുക്കും. മൂപ്പരിക്കും എല്ലാം ഒരു ഫോണെല്ലാം കൊടുത്ത് ആദ്യം ഓൺലൈൻ ക്ലാസ് സലാത്ത് ദിക്ർ എന്നൊക്കെയാണ് തുടങ്ങുക. പിന്നെ അങ്ങനെ സമയം കളയലെന്ന രോഗം കിട്ടിയാൽ ചെറിയ ചെറിയ തെറ്റിലേക്ക് വഴുതി വീഴും. അതൊക്കെയാണെന്ന് കണ്ടാൽ വൻദോഷത്തിലേക്ക് എത്തും. അതൊക്കെയാണെന്ന് കണ്ടാൽ ബിദ്അത്തിലേക്ക് എത്തിക്കും. അതൊക്കെയാണെന്ന് കണ്ടാൽ പതിയെ കുഫറിലേക്ക് എത്തി മരിച്ചു പോകും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. സമയം കളയലെന്ന രോഗം വലിയ അപകടം പിടിച്ചതാണ് എന്ന് നമ്മൾ ഈ ഇബാറത്തിലൂടെ മനസ്സിലാക്കണം. ആക്കാമുൽ മർജാൻ ഫി അഹ്കാമിൽ ജാൻ എന്ന ഗ്രന്ഥത്തിൽ നമുക്കിത് വായിക്കാവുന്നതാണ്. വലിയ അപകടമാണ് ഈ സമയം കളയൽ എന്ന് പറഞ്ഞാൽ. ഒരൊറ്റ സെക്കൻഡ്. അതുകൊണ്ടാണ് അള്ളാഹു വൽ അസ്ർ, മനുഷ്യൻ തോറ്റവനാണ്. എന്താ തോക്കാനുള്ള കാരണം? വൽ അസ്ർ, അവൻ സമയം കളയും, സമയത്തിന് വിലയില്ല. അബൂബക്കർ ബിൻ അയ്യാഷ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, പണം നഷ്ടപ്പെട്ടാൽ നമുക്ക് ടെൻഷൻ, സമയം പോയാൽ നമുക്ക് ടെൻഷൻ ഇല്ല. ആമിർ ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, കുറച്ച് നേരം സംസാരിച്ചാലോ? അന്നേരം ആമിർ ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞെന്നറിയോ? അംസിക്ക് ഷംസ്, സൂര്യനെ പിടിച്ചു വെക്ക്, എന്നാൽ പിന്നെ സംസാരിക്കാം. സൂര്യനെ പിടിച്ചു വെച്ചാൽ പിന്നെ സമയം പോകില്ലല്ലോ, അവിടെ നിൽക്കുമല്ല. സമയം പോകുന്നൊരു പരിപാടിക്ക് നമ്മൾ നിൽക്കാൻ പാടില്ല. നമ്മൾ വേറെ ആരെയും സമയം കളയാനും പാടില്ല. അതും ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളോടിപ്പോൾ ആഖിറത്തിൽ ചോദിക്കുകയാണ്, എന്താടാ സമയം കളഞ്ഞത്? അന്നുംബ്രി ഹീഫി മാഫിന. അപ്പം നിങ്ങൾ പറയാണ്, ഒരു വയലുണ്ടായിന് സാഹിത്യോത്സവൻ്റെ തലേന്ന് മൂപ്പരെന്തല്ലോ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളെ സമയം ഞാനും കളയരുത്, എൻ്റെ സമയം നിങ്ങളും കളയരുത്, ആരും കളയരുത്. വേറൊരാളുടെ സമയം കളഞ്ഞാൽ അത് ഒരു വലല്ലാലിൽ പെട്ടു. ഒരാളുടെ സമയം നമ്മൾ കളയരുത്. ഹായ്, ഹലോ, ഉറങ്ങിയിട്ടില്ലേ? എന്തിനാ ഈ ചോദ്യമെല്ലാം? ഒരൊറ്റ മനുഷ്യൻ്റെ സമയം നമ്മൾ കളയരുത്. നിങ്ങൾ കോടമ്പുഴ ബാബുസ്താദിൻ്റെ ചുമരൊന്ന് വായിച്ചാൽ തന്നെ നന്നാവും. അത്രയും ഉണ്ടു, നമുക്ക് അത്ര മതി, അത്ര മതി. സമയം കളയാത്തൊരു ജീവിതം കിട്ടണം. അത് നമ്മൾ ഉള്ള സമയം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി സ്പെൻഡ് ചെയ്താൽ, ചെലവഴിച്ചാൽ നമ്മളെ സമയത്തിൽ അള്ളാഹു വലിയ ബർക്കത്ത് നൽകും. അവസാന കാലമാകുമ്പോൾ ഖിയാമത്ത് നാളിൻ്റെ അടയാളം പറയുന്നിടത്ത് സഖാവി ഇമാം റഹിമഹുല്ല ഹദീസിനെ വിശദീകരിച്ച് പറയുന്നുണ്ട്, അവസാന കാലമാകുമ്പോൾ സമയത്തിലെ ബർക്കത്തൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് മൂപ്പരുടെ 1-ാം ആണ്ടായോ, ഒരു കൊല്ലമായി മൂപ്പര് മരിച്ചിട്ട്, ഇപ്പം അടുത്ത് മരിച്ച് ആകണ്ട, അങ്ങനെ വരുന്ന സംഭവം. 1-ാം ആണ്ടായിന്നോ, ഒറ്റ കൊല്ലം 1 മാസം പോലെ തീർന്നു പോകുന്നു. എന്താ കാരണം? സമയത്തിലെ ബർക്കത്ത് നഷ്ടപ്പെടുന്നു. അതാ ഖിയാമത്ത് നാളിൽ ഒരു പ്രോസസ്സാണ്. നമുക്ക് സമയം ബർക്കത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഉള്ള സമയം വേണ്ടതുപോലെ സ്പെൻഡ് ചെയ്യണം. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ പറയുന്നതാണ്, ശരിക്കൊരു സുബ്ഹാനല്ലാഹി വബിഹംദി എന്ന് ചൊല്ലിയ സ്വർഗത്തിൽ ഒരു മരം കിട്ടും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ചൊല്ലിയാൽ സ്വർഗത്തിലൊരു മരം ലഭിക്കും. അത് ചൊല്ലാനിപ്പോൾ കൂടുതൽ സമയം വേണോ? വേണ്ട, 2 സെക്കൻഡ് സുബ്ഹാനല്ലാഹി വബിഹംദി. നമ്മൾ ഗൾഫെങ്ങാനും നിർത്തിയിട്ടെത്തിയപ്പോൾ, നാട്ടിലെത്തിയപ്പോൾ ആൾക്കാർ ചോദിച്ചു, ഈ ജോലിയില്ലേ? ഇല്ല. 3 പെങ്ങന്മാരില്ല മോനെ കെട്ടിക്കാൻ? അതെ. അപ്പോൾ ഒരു പ്രമാണിയായ മനുഷ്യൻ, റോയാലിറ്റി അത്യാവശ്യമുള്ള ഒരു ഹാജിയാരെ ഏറ്റെടുത്തിട്ട് പറഞ്ഞു, എൻ്റെ വീട്ടിലെ ഗാർഡൻ നീ ഒന്ന് നന്നാക്കി തരണം, ചെടി നടണം കുറേ. ആ ചെടി നടുന്നതിനനുസരിച്ച് നിനക്ക് ഞാൻ 1000 രൂപ ഒരു ചെടിക്ക് തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം വിശ്വസിക്കൂല. ഒരു ചെടി നട്ടാൽ 1000 രൂപയോ? ഉറപ്പ്? അതെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ചായ വേണോ? കടി വേണോ? ബിസ്ക്കറ്റ് വേണോ? ഉപ്മാവ് വേണോ? ഒന്നും വേണ്ട, ഉറങ്ങൂ. ഫുൾ സമയം ചെടി നടൂലേ?
ഒരു ഹാജിയാർ ഒരു ചില്ലറ 2 ഗാന്ധിജീൻ്റെ 500-ൻ്റെ നോട്ട് തരാമെന്ന് പറഞ്ഞതിനല്ലേ ഉറങ്ങാണ്ട് തിന്നാണ്ട് ഉപ്മാവ് വേണ്ടാണ്ട് ഉറക്കൊഴിഞ്ഞിട്ട് കഷ്ടപ്പെട്ട് ചെടി നടന്നത്? നുബൂവത്തിൻ്റെ നാവുകൊണ്ട് അള്ള ഉണ്ട് എന്ന് പറഞ്ഞ ആ ലിസാനോണ്ട് പറഞ്ഞല്ലേ ഒരു സുബ്ഹാനല്ലാഹി വബിഹംദി ചൊല്ലിയ സ്വർഗത്തിലൊരു മരം കിട്ടുമെന്ന്? അല്ലേ? സ്വർഗത്തിലൊരു മരം കിട്ടുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചിത്താരുസ്താവ് പറയുന്ന പോലെ നരകത്തിൽ കടത്തിയിട്ട് മരത്തിൻ്റെ പൈസ അല്ലെങ്കിൽ മാങ്ങൻ്റെ പാട്ടം കൊടുത്തേക്കലല്ലോ. ഈമാനോടെ മരിക്കൂന്നല്ലേ. ഷഫാത്ത് കിട്ടും, ഹൗദുൽ കൗസർ കിട്ടും, സ്വർഗത്തിൽ മരം കിട്ടും, സ്വർഗത്തിൽ വീട് കിട്ടും എന്നെല്ലാം പറഞ്ഞാൽ ലാസിമു മൽസൂമിൻ്റെ വേനയാണ്. അതിൻ്റെ അർത്ഥം തന്നെ ഈമാനോടെ മരിക്കും, സ്വർഗത്തിലെത്തും എന്നാണ്. അതാണ് ആ പറഞ്ഞത് ഷഫാത്ത് കിട്ടും, ഹൗദുൽ കൗസർ കിട്ടും എന്നൊക്കെ പറയണത് അല്ലേ. ഒരു സുബ്ഹാനല്ലാഹി വബിഹംദിക്ക് എന്താ ഇപ്പം പണി? ഒരാളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു 30 സുബ്ഹാനല്ലാഹി വബിഹംദി അല്ല. കാരണം വാട്സപ്പ് സ്റ്റാറ്റസിന് ഇപ്പോൾ ദീർഘായുസ് കിട്ടിയിട്ട് 1 മിനിറ്റിലേക്ക് പോയിട്ടുണ്ട്. സമയത്തിൻ്റെ വില നമ്മൾ തകർക്കരുത്. ബർക്കത്ത് ജീവിതത്തിൽ ഇങ്ങനെ ഒലിച്ചു പോകും. നമ്മളിങ്ങനെ ഓരോ റീലിൻ്റെ വേക്കിലും അല്ലെങ്കിൽ സ്റ്റാറ്റസിൻ്റെ വേക്കിലും പോയിട്ട് നമ്മളെ തന്നെ നമ്മൾ കൊല്ലരുത് എന്ന്. കാരണം നമ്മളെ നോക്കാൻ ലോകത്ത് വേറെ ആരും ഇല്ല, നമ്മളേ ഉള്ളൂ. 840 കോടി മനുഷ്യർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. ഇതേപോലത്തെ കോടിക്കണക്കിന് മനുഷ്യന്മാർ ഹാവ് ഗോൺ, മരിച്ചുപോയി. ഇനിയും വരാനുണ്ട് കുറേ കോടിക്കണക്കിന് മനുഷ്യന്മാർ. ഇതിലാരും നമ്മൾ സുബ്ഹാനല്ലാഹി വബിഹംദി ചൊല്ലൂല. ഞാൻ ഈ വഅദ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ആരോ എന്നോട് പറയും, സത് പോവല്ലേ റെയിൽവേ സ്റ്റേഷനിലേക്ക്? അങ്ങനെ ഡ്രോപ്പ് ചെയ്യാനും പിക്ക് ചെയ്യാനൊക്കെ ആളുണ്ടാവും, ഉറപ്പല്ലേ? അതെ. പക്ഷേ ഏതെങ്കിലും ഒരാൾ വന്നിട്ട് പറയോ, അതിൻ്റെ വഅദ് ഞാൻ യൂട്യൂബിലൊക്കെ കേട്ടിട്ടുണ്ട്, ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്, അതിനോടൊരു റിക്വസ്റ്റ് ചെയ്താൽ വിഷമാവോ? ഇല്ല, പറഞ്ഞോളി. ഒരു 10 ദിവസത്തേക്ക് ഉസ്താദിൻ്റെ രാത്രിത്തെ തബാറക സൂറത്ത് ഞാൻ ഓതിക്കോട്ടെ എന്ന് ഒരു മനുഷ്യൻ ലോകത്ത് പറയാനില്ല. 840 കോടിയിൽ ഒരാളും ഇല്ല. അത് ഈ ചുണ്ടിൻ്റെ ഉള്ളിൽ നാവുകൊണ്ട് തന്നെ ഓതണം, വേറെ ആരുമില്ല. നമ്മളെ കാര്യം നമ്മൾ തന്നെ നോക്കണം. ചെങ്കും കോയൊന്നും ആരും ഉണ്ടാവില്ല. ഒക്കെ വെറുതെ നമുക്ക് തോന്നല, വേറെ ആരും ഉണ്ടാവില്ല. വല്ലൈസലില്ലിൻസാനി ഇല്ലാ മാസാന്ന് മുജാഹിദാർ ഓതുന്നതെന്ന് വിചാരിച്ചിട്ട് ആയത്ത് മൻസൂഖെന്നൊന്നും വിചാരിക്കരുത്. ആ ആയത്തിനും ഉള്ള അർത്ഥമുള്ള പോലെ വെക്കണം. നമ്മളെ പണി നമ്മളെടുക്കണം. എന്തിനാ നമ്മൾ സമയം കളയണത്? വെറുതെ ആലോചിച്ച് നോക്കിയേ. ഒരു 2 ദിവസം ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയേ. 2 ദിവസം. ഇപ്പം അടുത്തൊരു B.Ed ഒക്കെ കഴിഞ്ഞ ഒരു അധ്യാപകൻ എന്നെ ഒന്ന് ഫോൺ വിളിച്ചു, അതിനൊന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കാണാം. അങ്ങനെ അയാൾ വന്നിട്ട് കുറച്ച് നേരം സംസാരിച്ച് തിരിച്ചു പോയി. അയാൾ പോകുന്ന സമയത്ത് പറഞ്ഞെന്താ അറിയോ, ഞാനിപ്പം ഡെയിലി 10 മിനിറ്റ് വാട്സപ്പ് യൂസ് ചെയ്യാറുള്ളൂ, അതുകൊണ്ട് എനിക്ക് അത്രയും സമയം ലാഭമുണ്ട് ഉസ്താദേ എന്ന്. അത്രയും സമയം ലാഭമുണ്ട് എന്ന്. നമ്മൾ തന്നെ നമ്മളെ കൊല്ലരുത്. സമയം കളയാത്തൊരു ജീവിതം കിട്ടും. ഏതെങ്കിലും ഒരു ഇമാമിൻ്റെ ചരിത്രത്തിൽ വെറുതെ സമയം കളയുന്ന ആളായിരുന്നു എന്ന് നമ്മൾ വായിക്കാറുണ്ടോ? സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹു, ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു, ഏത് ഇമാമിൻ്റെ ജീവിതം നോക്കിയാലും ഒരൊറ്റ സെക്കൻഡ് കളയാറില്ല, സമയം പാഴാക്കാറില്ല എന്നായിരിക്കും അവരുടെ ഓട്ടോബയോഗ്രഫികളിൽ, അവരുടെ താരീഖുകളിൽ, തൊബക്കാത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ പറ്റുക. ജയിച്ചവർ മുഴുവനും ജയിച്ചത് സമയം കളയാത്തതുകൊണ്ടാണ്. ഫോൺ എടുക്കുമ്പോൾ ആലോചിക്കാൻ, ഞാൻ എന്തിനാ ഇത് എടുക്കണത് എന്ന്. എന്തിനാ എടുക്കുന്നത്? തൃശ്ശൂർ ജില്ലയിലെ പ്രായമുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം ചുമട്ട് തൊഴിലാളിയാണ്. അരിച്ചാക്ക്, ഗോതമ്പ്, പിണ്ണാക്ക്, മുളക് പൊടി, ചായപ്പൊടി, അതിൻ്റെ എല്ലാം കെട്ട് ഗോഡൗണിൽ വെക്കും, ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ നിന്ന് കടയിൽ വെക്കും, കടയിൽ നിന്ന് ലോറിയിൽ വെക്കും. അങ്ങനത്തെ ഒരു ലോഡിങ് ആൻഡ് അൺലോഡിങ്. അയാൾ ബദിരീങ്ങൾക്ക് മുഴുവനായിട്ട് ഖത്മോദി തീർത്ത ആളാണ്. ഒരു ഖത്മോദിയിട്ട് ബദിരീങ്ങൾക്ക് ഹദീദ് എന്നല്ല പറയണത്. ആദ്യം റസൂലുള്ളാഹിക്ക് ഒരു ഖത്മ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ സിദ്ദീഖ് സിദ്ദീഖ് ഞങ്ങളവിടെ ഉമറുല്ലാൻ, അത് വേറെ ഞാൻ കൊടുത്തേക്ക, ഉമറുല്ലാനുവിന് വേറെ, അങ്ങനെ എല്ലാവർക്കും കൊടുത്തയച്ച മനുഷ്യൻ. ഞാനിത് കഴിഞ്ഞ റമളാനിൻ്റെ സമയത്ത് ഇത് കേട്ടതിന് ശേഷം ഒരു പ്രഭാഷണത്തിൽ കൊണ്ടുവന്നിരുന്നു. ആ പ്രഭാഷണം കേട്ട ഒരാൾ ഇപ്പം അടുത്ത് എനിക്ക് വോയിസ് അയച്ചു, ഞാനും ഖത്മ് തുടങ്ങിയിട്ടുണ്ട് ഉസ്താദെ, അശറത്തുൽ മുബശ്ശറ കഴിഞ്ഞിട്ടുണ്ട് എന്ന്.
അസുഫ ദർസ നടത്തുന്ന പള്ളിയിൽ ഞാനിത് കോട്ട് ചെയ്തിരുന്നു. നേരത്തെ തന്നെ അവിടെ ദർസുണ്ട്, ഇപ്പോൾ അസുഫ ദർസാക്കി മാറ്റിയതാണ് നാട്ടുകാർക്കുള്ള. അതിൽ പ്രായമുള്ളൊരു മനുഷ്യൻ 2 ആഴ്ച മുമ്പ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സിദ്ദീഖോറത് തീർന്നിട്ടുണ്ട്, ഇനി ഫാറൂഖോറത് തുടങ്ങിയിട്ടുണ്ട് ഉസ്താദെ, ഫുള്ളാക്കണമെന്നുണ്ട് എന്ന്. മനുഷ്യന്മാരുടെ ജീവിതത്തിൻ്റെ ഒരു തിളക്കേ! എത്രയാ സ്റ്റാറ്റസ് ഡെയിലി നമ്മൾ നോക്കണത്? 1000കണക്കിന് വാട്സപ്പ് നോക്കും, നമുക്ക് തബാറക്ക് നേരമില്ല എന്ന്. ഇനിയിപ്പോൾ ഈ വയല് കഴിഞ്ഞാലും കമൻറ്റുകൾ പറയാന്നല്ലാതെ, നല്ല വയലല്ലേ ഇപ്പോൾ പറയേണ്ടതേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? ഇങ്ങനെ 2 മാഷാ അള്ളയും തബാറക്കല്ലിനെ കൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. പച്ചക്ക് പറഞ്ഞാൽ അങ്ങനത്തെയാ. നമ്മളെ കാര്യം നമ്മളങ്ങോട്ട് നോക്കിയിട്ട് ശരിയാക്കണം. നമ്മളെല്ലാവരും കൂടി ഒരു കപ്പൽ യാത്ര ആരംഭിച്ചു എന്ന് വിചാരിക്കുക. പെട്ടെന്ന് കര എത്തുന്നതിന് മുമ്പ് കപ്പൽ പൊട്ടി. നമ്മളാകപ്പാടെ ആണുങ്ങളാ അല്ലെങ്കിൽ പെണ്ണുങ്ങളും ഉണ്ട്, ഭാര്യമാരും ഉണ്ട്, 80 ആൾക്കാരുണ്ട് എന്ന് വിചാരിക്കുക. കപ്പൽ തകർന്നു. ഓരോ മരക്കഷ്ണങ്ങൾ അല്ലെങ്കിൽ കപ്പലിൻ്റെ ഭാഗങ്ങൾ അള്ളിപ്പിടിച്ച് അമർത്തിപ്പിടിച്ച് കരയിലേക്ക് എത്തി. എണ്ണി നോക്കുമ്പോൾ 80 ആളുണ്ട്, രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോഴാണ് കുറച്ച് പട്ടാളക്കാർ ചടപടാ അവിടെ എത്തുന്നത്. നിങ്ങൾ എവിടുത്തെക്കാരാ, ഈ നാട് ആക്രമിക്കാൻ വന്നവരാണോ എന്ന് പറഞ്ഞ് നമ്മളെ കെട്ടിയിട്ടു. രാജാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. നിഷ്കളങ്കരാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ നമ്മുടെ കെട്ട കഴിച്ചു. എന്നിട്ട് രാജാവ് പറഞ്ഞു, രാവിലെ 6 മണിക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള കപ്പൽ ഇവിടെ സജ്ജമാണ്. 6 മണി വരെ നിങ്ങൾക്ക് എന്തും ചെയ്യാം. ഇവിടെ മണ്ണില്ല, മണലില്ല, കല്ലില്ല, ചരൽക്കല്ലുകളുമില്ല. ഇവിടെ സ്വർണം, വെള്ളി, രത്നം, പവിഴം, മുത്ത്, മരതകം, ആൻസോ അത്രയും പ്രീഷ്യസായ വിലപിടിപ്പുള്ള നഫീസായ വസ്തുക്കൾ മാത്രമേ ഉള്ളൂ. ടോർച്ചടിക്കാം, ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ തിളങ്ങുന്നത് അതുമാത്രമേ ഉള്ളൂ. എങ്കിൽ നമ്മളിൽ ആൾക്കാർ വക്കുന്തും അസുവാജൻ സലാസ 3 വിഭാഗം ഉണ്ടാവുക. ഒന്നാമത്തെ വിഭാഗം ഉറങ്ങൂല. ഇടയിലുള്ളൊരു ടൈഗർ ബിസ്ക്കറ്റോ ചായയോ ഉപ്മാവൊന്നും മെയിൻ്റാക്കാൻ തന്നെ ഇല്ല. വേണ്ട എന്നാ പറയാ. തൊല്ലക്കുദ്ദുന്യ വഖാഫുൽ ഫീത്തന, സ്വർണം, വെള്ളി, മുത്ത്, പവിഴം, മരതകം ഇങ്ങനെ പറിച്ച് ഒരു 4, 5, 6 ചാക്കാക്കിയിട്ട് ഇങ്ങനെ നിറച്ച് വെച്ചിട്ട് 6 മണിയാകുമ്പോൾ ടീം ബെല്ലടിക്കുമ്പോൾ കപ്പലിൽ ലഗേജ്, ഹാൻഡ് ബാഗ് ഇങ്ങനെ കയറ്റി പോകും. രണ്ടാമത്തെ വിഭാഗം സ്വർണത്തിൻ്റെ ഒരു സാമ്പിള്, വെള്ളീൻ്റെ ഒരു സാമ്പിള്, മുത്തൊരു കഷ്ണം എടുത്താൽ നല്ലതല്ലേ. പിന്നെ ശരീരത്തിനോടും കടപ്പാടുണ്ടല്ലോ, കുറച്ചൊക്കെ ഉറങ്ങണം. ഞാനിപ്പോൾ അടുത്തൊരു ആരോഗ്യ മാസികയിൽ വായിച്ചിട്ടുണ്ട്, 6 മണിക്കൂറെങ്കിലും ഉറങ്ങിയില്ലെങ്കിൽ നേരത്തെ ഫുഡ് കഴിക്കണം, ഡേറ്റിംഗ് ആണ് വളരെ പ്രധാനം. അങ്ങനെ കുറേ കണ്ടൻ്റൊക്കെ ആയിട്ട് അയാൾ കുറച്ച് ഉറങ്ങി മുട്ടിയിട്ട് 5:59 വിളിച്ചിട്ട് 6 മണിക്ക് കപ്പലിൽ കയറുമ്പോൾ കീശയിൽ നോക്കുന്നുണ്ട്, ഇല്ലേ സ്വർണ്ണം ഇല്ല, ആകെ 2 കഷ്ണമേ ഉള്ളൂ. അതുകൊണ്ടാണ്. മൂന്നാമത്തത് സ്റ്റാറ്റസ്, പിന്നെ കുറേ സെൽഫി എടുത്തിട്ടും തടിയന്മാരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, താടിയുള്ളവരുടെ ഗ്രൂപ്പും, ബിൽമദ്യ വൽക്കസരി, അങ്ങനെ പോകുന്നു. ലാസ്റ്റ് ഉറക്കം വന്ന് അങ്ങെത്തി നിൽക്കുമ്പോൾ വണ്ടിയിലേക്ക് കയറാൻ വേണ്ടി പറയും. ഇതാണ് മനുഷ്യരുടെ ജീവിത സിസ്റ്റം ഉണ്ടാവുക. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ സ്വർണം, വെള്ളി, മുത്ത്, പവിഴം എന്നെല്ലാം പറഞ്ഞാൽ ഫർലസ്കാരം, സുന്നത്തോമ്പ്, സുന്നത്തസ്കാരം, ദിക്കർ, സ്വലാത്ത്, മഹലറ, സുംറ, ബെയ്ത്ത്, ക്യാബിനറ്റ്, സെക്രട്ടേറിയറ്റ്, ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാക്കിഹൂൻ. അവർക്ക് ഫുൾ തിരക്കാം, അവർക്ക് ഫ്രീ ടൈം എന്നിട്ടൊന്നില്ല. അതുകൊണ്ടാണ് അവരിങ്ങനെ ലഗേജ് എടുത്തിട്ട് ഫുൾ ലഗേജായി, ഹാൻഡ് ബാഗും ലഗേജും ഫുള്ളായത്. ഒന്ന് പിടിക്കുമെന്ന് ചോദിക്കണത്. അവരെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച കേട്ടത്. എന്ത്? വുജൂഹു യൗമ ഇദിൻ നാഇമ. അവർക്ക് കപ്പലിൽ കയറുമ്പോൾ അഥവാ മയ്യത്ത് കട്ടിൽ കയറുമ്പോൾ മുഖം ലൈറ്റ് കത്തിയിട്ടുണ്ടാവും. ബിക്കോസ് ലി സഈഹ റാളിയ, പണിയെടുക്കേണ്ട കാലത്ത് അവർ പണിയെടുത്തിട്ടുണ്ട് എന്ന്. അതാ കാര്യം. എൻ്റെ ഉമ്മാമ മരണപ്പെടുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് ഞാൻ ഉമ്മാമനെ കാണാൻ വേണ്ടി പോയി. ഉമ്മാമ എന്നോട് ചോദിച്ചു, ഒരു മസാല വയ്ക്കട്ടാന്നും. അവരങ്ങനെയല്ലേ പറയല്, മസാല എന്ന് പറയും മസാലക്ക്. ഞാൻ വലിയ ഒരു ഫത്വ കമ്മിറ്റീൻ്റെ മെമ്പറെ പോലെ ചോദിച്ചോളി എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മാമൻ്റെ ചോദ്യം കേട്ടിട്ട് ഞാൻ കരഞ്ഞുപോയി. ചോദ്യം ഇങ്ങനെയാണ്, 8 റക്അത്താണ് യാസീൻ ഓതിയിട്ട് തഹജ്ജുസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ റക്അത്തിൽ യാസീൻ ഓതിയിട്ട് 8 യാസീനോ, അതെ അങ്ങനെ ഓതുക. 83 വയസ്സായി, മുട്ടുവേദന, ഇപ്പം അടുത്തായിട്ട് തീരെ നിൽക്കാൻ കൂടുതൽ കഴിയുന്നില്ല. 2 റക്അത്ത് ഓടിയിട്ട് ഒരു യാസീൻ ഫുള്ളാക്കിയാൽ മതിയോ? അപ്പോൾ 8 റക്അത്തിൽ 4 യാസീനേ ആവുള്ളൂ. മസാല പ്രകാരം എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുന്നാണ് ചോദിക്കണത്. എന്താ പറയേണ്ട ഉത്തരം? എന്താ പറയണ്ടേ? ജീവിതത്തിൽ തീരെയൊന്നും ചിരിക്കാത്ത അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു വഫാത്തിൻ്റെ നേരത്തെ ചിരിക്കുന്നുണ്ടപ്പോൾ ആരോ ചോദിച്ചു, എന്താ ചിരിക്കണത് എന്ന്. അതിന് സൂറത്തു സാഫാത്തിൽ ഒരായത്ത ഓതിയത്, ലിമിസ്ലി ഹാദാ ഫല്യഅമലിൽ ആമിലൂൻ. പണിയെടുക്കേണ്ട കാലത്ത് പണിയെടുത്താൽ ചിരിക്കേണ്ട കാലത്ത് ചിരിക്കാം.
രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര തത്വങ്ങൾ പറയുന്ന ആൾക്കാരാണ്. ഫർലസ്കാരമൊക്കെ കറക്റ്റ് ഉണ്ടായി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫർലസ്കാരം ഞാൻ നോക്കും, അതെങ്ങാനും വല്ല ഓട്ടയും ആയിപ്പോയാൽ കുടുങ്ങിപ്പോവും, വീണ് പോവും. അതാണ് അവരിങ്ങനെ പരുതിക്കൊണ്ടിരിക്കുന്നത്. സ്വർണം 2 കഷ്ണം വെള്ളി 1 കഷ്ണം മുത്തും, അത്രയേ ഉള്ളൂ, വേറൊന്നും അവർക്കില്ല. അഥവാ ഫർലിൽ വല്ല കുറവുണ്ടെങ്കിൽ റവാത്തിബ് കൊണ്ട് പരിഹരിക്കാൻ അവരുടെ കയ്യിൽ ഒന്നുമില്ല. അതൊരു പ്രശ്നമാണ്. ശരിക്ക് തഹജ്ജുദിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി പ്രതിഫലമുള്ള നിസ്കാരമാണ് റവാത്തിബ് സുന്നത്ത് നിസ്കാരം. കാര്യത്തിൽ നമ്മളെ നാട്ടുകാർ പലപ്പോഴും അത് മനസ്സിലാക്കണില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ പൊതുവിൽ റവാത്തിബ് സുന്നത്ത് നിസ്കാരത്തിൻ്റെ മഹത്വങ്ങളുടെ ഹദീസ് എടുത്തു നോക്കിയാലും തഹജ്ജുദിൻ്റെ മഹത്വം പറയുന്ന ഹദീസ് നോക്കിയാലും റവാത്തിബിൻ്റെ മഹത്വം പറയുന്ന ഹദീസിൻ്റെ എത്രയോ ഇരട്ടി തഹജ്ജുദിൻ്റെ ഹദീസ് പറയുന്ന മഹത്വം പറയുന്ന ഹദീസ് ഉണ്ടാവും. അതെന്താ കാരണം? റവാത്തിബിൻ്റെ മഹത്വം ഒന്നും അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. എന്തേ? അതിനൊക്കെ ഒരു അതിനാ തമ്മീത് കുഞ്ഞു ബുദ്ധി ഉണ്ടെങ്കിൽ തന്നെ ഫർള് നിസ്കാരത്തിൽ വല്ല ഓട്ടയും കുറവും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം എന്നുള്ളത് മനുഷ്യന്മാരോട് പ്രത്യേകിച്ച് പറയണോ? അത് പരിഹരിക്കാനാണ് റവാത്തിബ് സുന്നത്ത് നിസ്കാരം. അതുകൊണ്ട് തന്നെ ആകപ്പാടെ മുമ്പിലും ബേക്കിലുള്ള സുന്നത്ത് നിസ്കാരത്തെക്കുറിച്ച് ഒരു ഹദീസ് അല്ലെങ്കിൽ ഒരു 2 ഹദീസ് അത്രേ ഉണ്ടാവുള്ളൂ. തഹജ്ജുദിൻ്റെ മഹത്വം എന്നെല്ലാം പറഞ്ഞാൽ മനുഷ്യന്മാരോട് പറഞ്ഞാലേ നിസ്കരിക്കുള്ളൂ. അതുകൊണ്ട് ആ സ്വർഗ കൊട്ടാരം അങ്ങനെ ഉണ്ട്, ഇങ്ങനെ വിചാരണയില്ല എന്നൊക്കെ പ്രത്യേകിച്ച് ഇങ്ങനെ എണ്ണി പറയുന്നതെന്ന് നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. ഒന്നും കൂടി, ഫർള് നിസ്കാരത്തിൻ്റെ ഓട്ട പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ലല്ലോ. പ്രായമുള്ളവരൊക്കെ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് ഇശായിന് ശേഷമുള്ള സുന്നത്ത് നിസ്കരിച്ച് വിത്തർ നിസ്കരിച്ച് പോവുക. നമ്മൾ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് എന്താ ഓട്ട, എനിക്ക് ഓട്ടയൊന്നും പ്രശ്നമില്ല എന്നിട്ട് ഒറ്റ പോക്ക് പോകുന്ന ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടായാൽ അത് വലിയ പ്രശ്നമല്ലേ? സുന്നത്തുകളൊക്കെ ഒരു ഘട്ടത്തിൽ ഒഴിവാക്കിയാൽ പതിയെ ഫർള് ഒഴിവാക്കുന്ന ഘട്ടം വരുമെന്ന് 40 നബിയുടെ വ്യാഖ്യാനങ്ങളിൽ നമുക്ക് വായിക്കാൻ പറ്റും. അതാണ് ഈ രണ്ടാമത്തെ മനുഷ്യൻ. അവർ ഫർള് മാത്രം. മൂന്നാമത്തെ ഒരാളുണ്ട്. അതാരാ? ഒരു സമയം ഇങ്ങനെ കളഞ്ഞ് മരിക്കുന്ന സമയത്ത് വിളിച്ചു പറയും, ലൗലാ അഖർതനി ഇലാ ജലിൻ ഖരീബ്, കുറച്ച് സമയം തരുമോ എന്ന് വിളിച്ചു പറയും. സ്വാലിഹീങ്ങൾ കുറച്ച് സമയം തരുമോന്നൊന്നും ചോദിക്കൂല. ഒരു മഹാൻ്റെ അടുത്ത് അസ്രായിൽ അലൈഹിസ്സലാം വന്നപ്പോൾ അസ്രായിലിനോട് മഹാൻ ചോദിച്ചെന്തേ? അല്ല, റൂഹ് പിടിക്കട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. എന്ത് ചോദ്യം അസ്രായിലെ, 40 കൊല്ലമായിട്ട് റെഡിയായിട്ട് കാത്തിക്കാണ്, വേ പിടിച്ചു പോടുന്നത്. അവർക്കെന്ത് തുഹ്ഫത്തുൽ മുഅ്മിനി അൽ മൗത്ത് എന്നല്ലേ അവരുടെ ഒരു സമ്മാനമല്ലേ? ഇതുവരെ എക്സാമിൻ്റെ റിസൾട്ട് കാണാനല്ലേ അവർക്ക് മരണം. അത് വലിയ അനുഗ്രഹമല്ലേ അവരെ സംബന്ധിച്ചിടത്തോളം? അത് വലിയ അനുഗ്രഹമല്ലേ? അതുകൊണ്ട് സമയം കളയാത്തൊരു ജീവിതം. വൽ അസ്ർ. രണ്ടാമതൊരർത്ഥം വൽ അസ്ർ, അസർ നിസ്കാരം തന്നെ സത്യം. അതെന്താ അസർ നിസ്കാരത്തിന് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യണത്? അസർ നിസ്കാരമായിരിക്കും മിക്ക ആൾക്കാരും ഡിലേ ആയിട്ട് നിസ്കരിക്കുന്ന നിസ്കാരം. മിക്ക ആൾക്കാരും ജോലിയുടെ തിരക്ക് അല്ലെങ്കിൽ ജോലിയുടെ ക്ഷീണം, അടുക്കളപ്പണി, പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയൊക്കെ വളരെ ഡിലേ ആയിട്ടായിരിക്കും അസർ നിസ്കരിക്കുക. അവ്വല് വക്തിൽ നിസ്കരിക്കുന്ന ശീലം നമുക്കുണ്ടെങ്കിൽ ജീവിതത്തിൽ വലിയ ബർക്കത്തായിരിക്കും. അയാൾക്ക് 9 ആദരവുകൾ അള്ളാഹു നൽകുമെന്ന് സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതിലൊന്നാണ് വലിയ ബർക്കത്തായിരിക്കും അയാൾക്ക്. ഉറപ്പല്ലേ? ഉദാഹരണത്തിന് ഈ വയലിൻ്റെ സദസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഒരാൾ ഇശാ നിസ്കരിച്ചു, വയലെല്ലാം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഇശാ നിസ്കരിച്ചല്ലേ, അൽഹംദുലില്ലാഹ്, ഒരു ഭയങ്കര റാഹത്തായിരിക്കും നമുക്ക്, ഭയങ്കര റാഹത്തായിരിക്കും. ഇല്ലെങ്കിലോ നിസ്കരിച്ചിട്ടില്ലല്ലോ എന്നുള്ള ഫീലിംഗ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് വാട്സപ്പിൽ വോയിസ് അയക്കുന്ന ആക്കെല്ലാം ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം, ബിബേ നിസ്കരിച്ചിട്ടില്ല. വിളിക്കുന്ന ആളോടെല്ലാം ഫോൺ എടുത്തിട്ട് പറയും ഞാൻ നിസ്കരിച്ചു. എന്നാൽ പിന്നെ ഈ ചങ്ങായിക്ക് ഈ വോയിസ് അയക്കുന്ന സമയത്ത് നിസ്കരിച്ചുകൂടാ, അതും ഉണ്ടാവില്ല. ഈ ഡിലേ ആയിക്കഴിഞ്ഞാൽ പിന്നെയും ഡിലേ ആക്കാൻ തോന്നല്ലാണ്ട് നിസ്കരിക്കാൻ തോന്നൂല. അതാ പ്രശ്നം. എന്തപ്പോൾ ഈ അവ്വല് വക്ത് അള്ളാഹിൻ്റെ പൊരുത്തുണ്ട് എന്ന് പറയാൻ കാരണം, അവ്വലുൽ വക്തി റിദ്വാനും മിനല്ലാഹ് എന്ന ഹദീസിലെ വിവിധ റിപ്പോർട്ടുകൾ ഉണ്ടല്ലോ. അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടുന്ന ഒരു ഇബാദത്താണ് അവ്വല് വക്ത്, അഥവാ നിസ്കാരത്തിൻ്റെ ബാങ്ക് കൊടുത്ത ഉടനെയുള്ള നിസ്കാരം. ആ സമയം, ബാങ്ക് കൊടുത്ത ഉടനെയുള്ള സമയം അള്ളാഹുവിൻ്റെ പൊരുത്തമുണ്ട് എന്ന് ഹദീസിൽ വരാനുള്ള കാരണം എന്താ? അതിന് ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നതാണ്. എന്താ കാരണം എന്നറിയോ?
അവര് വക്തിൽ നിസ്കരിക്കുന്ന ആൾക്ക് ജീവിതത്തിൽ മുഴുക്കാലം ഇബാദത്ത് ചെയ്ത കൂലിയായിരിക്കും. എന്താ കാരണം? ഇയാളിപ്പോൾ 12:35 ളുഹർ വാങ്ങിക്കൊടുത്തപ്പോൾ നമ്മളെ ഉമ്മ അല്ലെങ്കിൽ ഉമ്മാമ, ഭാര്യ, പെങ്ങള് 12:40 ളുഹർ നിസ്കരിച്ചു. 12:45 ആകുമ്പോഴേക്ക് റവാത്തിബും കഴിഞ്ഞു. എന്തുകൊണ്ടാണ് നമ്മളുടെ ഈ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ 12:45 ആകുമ്പോഴേക്ക് നിസ്കാരം പൂർത്തിയാക്കിയത്? 12:35 വാങ്ങിക്കൊടുത്തോണ്ട്. അപ്പോൾ 12:25 വാങ്ങിക്കൊടുത്തിനെങ്കിലോ 12:35 ആകുമ്പോഴേക്ക് തീർക്കും. അങ്ങ് 12 മണിക്ക് ളുഹർ വാങ്ങിക്കൊടുത്താലോ 12:15 നമുക്ക് തീരും. എന്നാൽ 11:30 നമ്മൾ ആന്ദമാൻ നിക്കോബാറിലൊക്കെ ഉള്ള പോലെ 11:30 വാങ്ങിക്കൊടുത്താലോ 11:15 നമുക്ക് തീർക്കും. ഓ അത് ശരി. അപ്പോൾ ബാങ്ക് കൊടുക്കാത്തതുകൊണ്ടാണ് നിസ്കരിക്കാത്തത്. അതേ ബാങ്ക് കൊടുക്കാണ്ട് നിസ്കരിക്കാത്തത്. അപ്പോൾ എപ്പോൾ ബാങ്ക് കൊടുത്താലും എപ്പോൾ നിസ്കരിക്കും. എപ്പോൾ ബാങ്ക് കൊടുത്താലും എപ്പോൾ നിസ്കരിക്കും. അതുകൊണ്ടാണ് അയാളുടെ ആയുഷ്കാലം മുഴുവൻ ഇബാദത്ത് എടുത്ത് കൂലി കിട്ടുന്നത്. കാരണം ബാങ്ക് ഇപ്പേ കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് നിസ്കരിക്കുന്നു. ബാങ്കിന് മുമ്പേ കൊടുത്തിരുന്നു, അതിന് മുമ്പ് നിസ്കരിക്കും. ഇതാണ് അവ്വലുൽ വഖ്തി റിദ്വാനും മിനല്ലാഹ്. എന്താ പവർ, എന്താ പവർ! 60 കൊല്ലം ജീവിച്ച മനുഷ്യന് 60 കൊല്ലമല്ലല്ലോ സ്വർഗത്തിലെത്തേണ്ടത്, കോടാനുകൂടി കൊല്ലല്ലേ. അതിന് ഇമാതിരി ഇബാദത്ത് നമുക്ക് വേണ്ടേ? വല്ലസർ, വിശേഷിച്ച അസർസ്കാരം. എന്തുണ്ടെങ്കിലും അവിടെ നിർത്തിവെക്കാനുള്ളൊരു മനസ്സ് നമ്മൾ പാകപ്പെടുത്തലാണ് പ്രധാനം. എനിക്കറിയാം ചില സുഹൃത്തുക്കളെ വേറൊരു വർത്താനമില്ല, ബാങ്ക് കേട്ടോ ഒരൊറ്റ പോക്ക, ആരും മെയിൻ്റാക്കുകയും ചെയ്യില്ല. ഒരു പോവും, പോയി നിസ്കരിക്കും, അവർ ജമാഅത്തിന് പോകും. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു കുറച്ച് വെള്ളം വേണമല്ലോ, വെള്ളം എടുത്തു വരുമ്പോൾ ബാങ്കല്ലേ കേൾക്കണത്, കുറച്ച് മിനിറ്റ് മതി, പോയി നിസ്കരിച്ചു. ഒരു മഹാൻ ഇങ്ങനെ ആണി അടിച്ചുകൊണ്ടിരിക്കുക, 2 അടി അടിച്ചാൽ തന്നെ ഈ ആണി ഫിറ്റാവും. ബാങ്കല്ലേ, അടവെക്കു, 2 അടി അടിച്ചിട്ട് പോയാൽ പോരെ, 20 മിനിറ്റ് ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ പറയാലോ. അടവെക്കുന്നു, പോയി നിസ്കരിക്കുന്നു. വേറൊരു മഹാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുക, തുന്നിക്കൊണ്ടിരിക്കുക. ബാങ്കല്ലേ. ആ ബാങ്ക് നമുക്ക് എത്രത്തോളം നമ്മുടെ ഹൃദയത്തിൽ വിലയുണ്ടോ അത്രത്തോളം നമുക്ക് അള്ളാഹിനോട് ബഹുമാനമുണ്ട് എന്നർത്ഥം. അവ്വലുൽ വഖ്തി റിദ്വാനും മിനല്ലാഹ്. എന്താണ് ആ വാക്ക്? എനിക്കറിയില്ല അതെങ്ങനെ വിശദീകരിക്കേണ്ടതെന്ന്. സ്വർഗം കിട്ടുന്നതിനേക്കാൾ വലുതാണ് അള്ളാഹിൻ്റെ പൊരുത്തം എന്ന് പറയണത്. അതുകൊണ്ടല്ലേ ഹദ്ദാദിൽ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിളാക, നിൻ്റെ പൊരുത്തം തരണേ അല്ലാ. പിന്നല്ലേ വൽ ജന്ന, സ്വർഗം ചോദിക്കണത്. സ്വർഗത്തിലെത്തിയ മുഅ്മിനീങ്ങളോട് തന്നെ അള്ളാഹ് ചോദിക്കും, തൃപ്തിയായോ, ഇഷ്ടായോ എൻ്റെ സ്വർഗം? യെസ് എന്ന്, ഇതിനേക്കാൾ സൂപ്പർ ഒന്ന് തരട്ടെ. എന്താ റബ്ബേ? റിളായ, എൻ്റെ പൊരുത്തം വേണ്ടേ മുഅ്മിനീങ്ങളെ. അതാണ് വരിദ്വാനും മിനല്ലാഹി അക്ബർ. അള്ളാഹുവിൻ്റെ പൊരുത്താണ് ഏറ്റവും വലുത്. നമുക്കിപ്പോൾ വീഡിയോ ഹലോ ഗൈസ് എന്ന് പറഞ്ഞിട്ട് 2 വീഡിയോ അപ്ലോഡ് ചെയ്തെന്ന് വിചാരിച്ചു, ഇൻസ്റ്റയിലോ മറ്റോ 2 ദിവസം കൊണ്ട് 2 മില്യൺ വ്യൂവേഴ്സായി. അള്ളാഹിൻ്റെ പൊരുത്തമില്ലെങ്കിൽ എന്താപ്പം അതിനെ കൊണ്ട് കാര്യം? നമ്മളെ കാണുമ്പോൾ 40 ആൾ എണീറ്റ് നിൽക്കുന്നുണ്ട്, അള്ളാഹ് നമ്മളെ പൊരുത്തപ്പെട്ടിട്ടില്ല. എന്താപ്പം കാര്യം? എന്താപ്പം കാര്യം? ഫിറൗന് വല്ല അനുയായികളുടെ കുറവുണ്ടായിരുന്നോ? ഇല്ലല്ലോ. മൂസാ നബി അലൈഹി സ്വലാം ബനു ഇസ്രായേലുകാരെയും കൂട്ടിയിട്ട് പോകുമ്പോൾ ബനു ഇസ്രായേലുകാർ എത്രയാണെന്ന് എണ്ണാൻ കഴിയുന്ന എണ്ണായിരുന്നു എന്ന് ഹുസ്നു തനബുഹിൽ കാണാം. ബേക്കിലുള്ള ഫിറഔനിൻ്റെ ഖിബ്തിയാക്കളായ പട്ടാളക്കാരെ എണ്ണാൻ കഴിയാത്ത വിധം അത്രയും എണ്ണം ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൻ്റെ നമുക്ക് താളുകളിൽ കാണാം. എന്നിട്ടിപ്പോൾ ആരാ തോറ്റത്? ആരാ തോറ്റത്? അള്ളാഹിൻ്റെ പൊരുത്തം കിട്ടല പ്രധാനം, വേറൊന്നുമല്ല. യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ നോക്കി, പൊട്ടക്കിണറ്റിൽ, സലീഖ ബീവിയുടെ പല ശല്യങ്ങളിൽ, കള്ളന്മാരും കൊള്ളക്കാരും ഉള്ള ജയിലിൽ. എന്നിട്ടിപ്പോൾ യൂസുഫ് നബിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അസ്സിദ്ദീഖ് അലൈഹിസ്സലാം, യൂസുഫ് അസ്സിദ്ദീഖ് അലൈഹിസ്സലാം. അള്ളാഹിൻ്റെ പൊരുത്തം കിട്ടിയിട്ടില്ല കൻആന്. ഉപ്പ നൂഹ് നബി അലൈഹി സ്വലാം എന്ന് പറഞ്ഞിട്ടുണ്ടാ, അള്ളാഹിൻ്റെ പൊരുത്തം കിട്ടിയില്ല. അപ്പോൾ നമ്മളെ മോന് പള്ളി ദർസിലാണ് എന്നതുകൊണ്ട് ഷുവറായിട്ടും നന്നാവൂന്ന് കൺഫേം ഇട്ടൻ ടിക്കറ്റ് ഒന്നും പറ്റൂല. ഓന് JNUവിലാണ്, ഓക്സ്ഫോർഡിലാണ്, കാംബ്രിഡ്ജിലാണ് എന്നതുകൊണ്ട് ഓനെ നമുക്ക് മാറ്റി നിർത്താനും പറ്റൂല. അള്ളാഹിൻ്റെ പൊരുത്തം കിട്ടണമെങ്കിൽ അത് അള്ളാഹിനോട് നമ്മൾ ചോദിച്ചു വാങ്ങണം. അതിൽപ്പെട്ട ഒന്നാണ് അവ്വൽ വഖ്തിൽ നിസ്കരിക്കുക എന്ന് പറഞ്ഞു. വല്ലസറിന് പിന്നെയും അർത്ഥമുണ്ട്. വല്ലസർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ 63 കാലം തന്നെ സത്യം. അത് വല്ലാത്തൊരു സത്യ. കോടാനുകോടി കാലം ഇവിടെ കടന്നുപോയാലും ആ 63 കാലം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ സ്വർഗം വിതച്ച കാലമാണ്. അക്കാലത്തോളം തുല്യമായ ഒരു കാലം ലോകത്തില്ല. കാരണം നീതി എന്തെന്ന് പഠിപ്പിച്ച,
സ്നേഹവും കരുണയും പഠിപ്പിച്ച ഒരു കാലമായിരുന്നു ആ 63 കാലം. നിങ്ങൾ ആലോചിച്ച് നോക്കിയ 63 കാലം ആലോചിച്ച് നോക്കി, എന്തായിരുന്നു ആ കാലം? വൽ അസ്ർ, നബിയെ ആ 63 കാലം തന്നെ സത്യം എന്ന് പറഞ്ഞാൽ തങ്ങളുടെ കാലം തന്നെ സത്യം, തങ്ങളുടെ കാലം തന്നെ സത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം നമ്മൾ എവിടുന്ന് എങ്ങനെയാ പറയേണ്ടത് നമുക്ക് തന്നെ മനസ്സിലാവില്ല. ഉദാഹരണം പറഞ്ഞാൽ ബദർ എന്ന സമരം, ആ സമരത്തിൻ്റെ തലേന്ന്, ശരിക്ക് ബദർ എന്താന്ന് വെച്ചാൽ തലേന്ന് ലീഡർ അള്ളാഹിനോട് ചോദിച്ചു വാങ്ങിയ യുദ്ധം എന്ന് പറഞ്ഞാൽ ആ സമരം ജയിച്ചു വാങ്ങിയ ഒരു സമരം. പിറ്റേന്ന് ആ ജയിച്ചതിൻ്റെ ഫോട്ടോ സ്റ്റാറ്റായിരുന്നു പിറ്റേന്ന് നടന്നിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ വീണിട്ട് അള്ളാഹിനോട് ദ്വാരുന്നു, കൈ ഉയർത്തിയിട്ട് ദ്വാരുന്നു, ഈ പാവങ്ങളെ നീ ഒരിക്കലും പരാജയപ്പെടുത്തല്ലേ, തിന്നാനില്ല കുടിക്കാനില്ല പാവങ്ങളാണ് റബ്ബേ, അവരെ നീ പരാജയപ്പെടുത്തിയാൽ ഫലാ തുഅബദു ഫിൽ അർള്, അള്ളാഹ് എന്ന് പറയാൻ ആരും ഉണ്ടാവില്ല റബ്ബേ. അപ്പം അള്ളാഹ് കൊടുത്തതാണ് വിജയം. പിന്നെ ഈ ജയിച്ച സമരത്തിൻ്റെ ഫോട്ടോ സ്റ്റാറ്റാണ് പിറ്റേന്ന് നടക്കുന്നത്. അതുകൊണ്ടാണ് സമരത്തിൽ ശത്രുക്കൾ ഇങ്ങനെ വാള് വീശുമ്പോൾ ശത്രുവിൻ്റെ തല പോകുന്നത്. വാള് ഇങ്ങനെ ഇട്ടിട്ടേ ഉള്ളൂ, മലക്ക് കൈകാര്യം ചെയ്തിട്ടുണ്ട്, അത് ഇന്നലെ തന്നെ ജയിപ്പിച്ചിട്ടുണ്ട്. അനുയായികൾ അധികം റിസ്ക് എടുപ്പിക്കാത്ത ലീഡറാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖന്തക്കിൻ്റെ കിടങ്ങ് കീറുന്ന സമയത്ത് നബി തങ്ങളുടെ വയറിന് കല്ല് വെച്ച് കെട്ടിയത് കണ്ടപ്പോൾ ഒരു സ്വഹാബി വീട്ടിലേക്ക് ഓടി, എന്തേലും തിന്നാനുണ്ടോ മോളെ? ഉണ്ട്. എന്ത്? ഒരു ചെറിയ ആടുണ്ട്, അത് അറക്കാം, കുറച്ച് പത്തിരിയാക്കാം. ഓക്കെ. നബി തങ്ങളോട് അടക്കം പറഞ്ഞു, നബിയെ കുറച്ച് ഒരു 2 ആക്ക് തങ്ങളുടെ കൂടെ, വേറെ ആരെയും. അപ്പോൾ തങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പോയിട്ട് ആ സ്റ്റേജിൻ്റെ ബേക്കിലേക്ക് കൂടി ഷവർമ തിന്നിട്ട് ടിഷ്യൂ കൊണ്ട് തോർത്തിയിട്ട് ഇവിടെ ഉദ്ഘാടനത്തിന്, അധ്യക്ഷ ഭാഷണത്തിന്, മുഖ്യപ്രഭാഷണത്തിന് വേണമെങ്കിൽ വരാം. പക്ഷെ തങ്ങൾ സഹാബ നിർത്തും, അവിടെ നിർത്തും. വരി ജാബി, ചട്ടി അടുപ്പം വന്ന് ഇറക്കണ്ട, മുഅ്ജിസത്തിൻ്റെ ഉമ്മനീരും ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആഡ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് ട്രിപ്പിൽ 80 ആളെ ഫുഡ് കഴിച്ച് ദ ലീഡർ അനുയായികളെ മറന്നിട്ട് ആ ലീഡർക്കൊരു ഫുഡും വേണ്ട. വല്ലസർ, ലോകത്ത് തുല്യതയില്ലാത്ത സ്നേഹം പഠിപ്പിച്ച കാലം തന്നെ സത്യം. എന്ത് കാലം! മുഹമ്മദുൻ ഖായിമുൻ ലില്ലാഹി ദു ഹിമമി എന്ന് ഖസീദത്ത് മുഹമ്മദിയിൽ ഒരു വരി കാണാം. നെഞ്ചൂക്കോടുകൂടി നിന്ന നേതാവാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മക്കത്ത് എന്തെല്ലാം തങ്ങൾ ഇസ്ലാമിക പ്രബോധനമായിട്ട് മുന്നോട്ട് പോയപ്പോൾ ആരൊക്കെ കളിയാക്കിയിരുന്നു, എന്തൊക്കെ വിളിച്ചിരുന്നു. തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട അബൂലഹബുമാർ തന്നെ എന്തെല്ലാം പറഞ്ഞിരുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തെല്ലാം കളിയാക്കലുകൾ ഉണ്ടായിരുന്നു. വീണുപോയിട്ടുണ്ടോ തങ്ങൾ? ഇല്ല. ലോകത്തെ ഏറ്റവും സൗന്ദര്യമുള്ള നേതാവിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ആരോപണം പറയാൻ ഒരു കണ്ണടി, മിസ്സടി ഉണ്ടോ? ഇല്ല. ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പുറത്ത് ബദറിൽ 1000ൻ്റെ അടുത്ത് ശത്രുക്കളുണ്ട്. ഷവായി ഇങ്ങനെ അകികൊണ്ടിരിക്കുന്നുണ്ട്, ഒട്ടകത്തിനെ അറുത്തിട്ട്. ഡാൻസ് കളിക്കുന്ന നർത്തകിമാരുണ്ട്, രസിപ്പിക്കാൻ, ആറാടാൻ കള്ളാറിൽ തത്തിക്കളിക്കുന്നവരുണ്ട്. ഇപ്പുറത്തൊരു ഈത്തപ്പഴം കിട്ടിയാൽ ഭേദമെന്ന് വിചാരിക്കുന്ന പാവങ്ങളാ. എന്നിട്ട് തോറ്റ് എനിക്കിതൊന്ന് കയ്യൂല റബ്ബേ എന്നിട്ട് മടക്കി വെച്ചിട്ട് പോയോ? ഇല്ല. ഉഹദിൽ 70 ആൾ കൊല്ലപ്പെട്ടില്ലേ? 70 ആൾ കൊല്ലപ്പെട്ടില്ലേ? അതിൽ ഇഷ്ടക്കാർ കൂടുതലും, ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ട സമരം ഉഹദല്ലേ. ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിനെ ചാട്ടൂളിയറിന് ശത്രുക്കൾ വീഴ്ത്തിയിട്ട് പെടഞ്ഞു വീഴുമ്പോൾ ഈർച്ചവാളെടുത്തിട്ട് കഴുത്തിൽ അർത്ഥത്രേ. വേദന കൂടാൻ വേണ്ടിയിട്ട് അവർ കഴുത്തു മുതൽ പൊക്കിൾ വരെ ഈർച്ചവാള് കൊണ്ട് കീറി. ശത്രുക്കൾ 2 കൈയും എടുത്തിട്ട് തൊലി പൊളിച്ചിട്ട കരൾ കയ്യിലേക്ക് എടുത്ത് ചവച്ചു തുപ്പുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ തങ്ങൾ കരഞ്ഞുപോയ നിമിഷം അതായിരുന്നു. യാ ഹംസ, യാ അമ്മൽ മുസ്തഫ, യാ കാശിഫൽ കുർബാത്ത്. എന്നിട്ട് തങ്ങൾ തളർന്നിനോ? പിറ്റേ ദിവസം മുതൽ നിർത്തിവെച്ചോ എല്ലാം. ഖന്തക്കിൽ തിന്നാനില്ലാതെ കല്ല് 2 എണ്ണം വെച്ച് കെട്ടേണ്ട ഘട്ടം വന്നപ്പോൾ എനിക്കാവൂല റബ്ബേ എന്നിട്ട് നിർത്തിപ്പോയോ? ഇല്ല. 2 കല്ല് അമർത്തിയിട്ട് തന്നെ നിവർന്ന് നിന്നു. അതാണ് മുഹമ്മദുൻ ഖായിമുൻ ലില്ലാഹി ദു ഹിമമി എന്ന് പറയണത്. മദീനയിൽ ഭയങ്കര
ഭയങ്കര സമാധാനമായിരുന്നു എന്ന് നമുക്കൊക്കെ തോന്നും. ആണോ? മദീനക്കാര് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഉത്തരം മുട്ടിക്കാം, മക്കയിലുള്ള ആ ടീം വിവരമില്ലാത്തവരാണെന്ന് ട്രോളാനായിരുന്നു അവരുടെ അവസരം കണ്ടെത്തിയിരുന്നത്. എന്നിട്ട് കുറേ ചോദ്യങ്ങളുമായിട്ടാണ് റസൂലുള്ളാഹിനെ അവിടുത്തെ യഹൂദികൾ അഡ്രസ്സ് ചെയ്തത്. ഫസ്റ്റ് തന്നെ ചോദിച്ച ചോദ്യം എന്താ അറിയാം? ഒരു കുട്ടി ഗർഭപാത്രത്തിലെത്തിയാൽ ആണാവുന്നത് എങ്ങനെ, പെണ്ണാവുന്നത് എങ്ങനെ? ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞു കൊടുത്തു. അടുത്ത ചോദ്യം, അലക്സാണ്ടർ ഗ്രേറ്റ് എന്ന ഇസ്കന്ദർ രാജാവിനെ കുറിച്ച് എന്ത് പറയാനുണ്ട്? മണി ടിറ്റ് ഫോർ ടാറ്റായിട്ട് ഉത്തരങ്ങൾ പറഞ്ഞു കൊടുത്തു. ഒരാളുടെ മുന്നിലും മുട്ടുമടക്കാത്ത ലീഡറാ. വൽ അസറിൻ്റെ 63 കാലം ലോകം തെളിയിച്ച കാലം. എന്ത് കാലാന്നറിയാം, ആ കാലം എന്ത് കാലാന്നറിയാം. അതുകൊണ്ടാ പാവങ്ങൾ മുഴുവനും ഇപ്പോഴും റൗളയിലേക്ക് ഓടിച്ചെല്ലുന്നത്, യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ് ഓടിച്ചെല്ലുന്നത്. അതുകൊണ്ടാണ് ബിലാൽ റളിയല്ലാഹുവിനെ ആരോ വിളിച്ചു, ദേഷ്യം കൊണ്ടറിയാതെ വായുമെന്ന് വീണു. യബ്ന സൗദാ, കറുത്ത പെണ്ണിൻ്റെ മോനെ. ബിലാലങ്ങൾ കരഞ്ഞു വന്നു റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക്. ഇത് കേൾക്കാനാണോ നബിയെ ഞാൻ ഇസ്ലാമൊക്കെ വന്നത്? യബ്ന സൗദാ വിളിച്ചില്ലേ പണക്കാരനായ സഹാബിയെ? ഇപ്പോഴും ജാഹിലിയ കൾച്ചർ ഉണ്ടല്ലേ എന്ന് പറഞ്ഞ് ശകാരിച്ചില്ലേ? ബിലാൽ തങ്ങൾ പിറ്റേന്ന് ബാങ്ക് കൊടുക്കാൻ പോകുന്ന വഴിയിൽ ആ സ്വഹാബി, വെളുവെളുത്ത സ്വഹാബി ക്രോസിൽ കടന്നിട്ട് പറയാ, ആ കറുത്ത കാലം കൊണ്ട് ഈ കവിൾത്തടത്തിൽ ചവിട്ടാതെ ഞാനില്ല. എങ്ങനെയാ ഈ കാലത്തെ ഏറ്റവും നല്ല കാലമായി മാറ്റിയത്? തീരെ സൗന്ദര്യമില്ലാത്ത, അതിൻ്റെ പുറമെ കണ്ണിൻ്റെ ഭാഗത്ത് വലിയ മുഴ കൊണ്ട് സൗന്ദര്യം ഉള്ളതും നഷ്ടപ്പെട്ടു പോയ ഒരു സ്വഹാബിയാണ് ജുലൈബീബ് തങ്ങൾ. ആ ജുലൈബീബ് തങ്ങളോട് റസൂൽ ചോദിച്ചല്ലോ, അലാ തതസവ്വജിയ ജുലൈബീബ്, ജുലൈബീബ് മംഗലം കഴിക്കണില്ലേ മോനെ? കാലങ്ങളോളമുള്ള സങ്കടം പൊട്ടിപ്പോയി, കണ്ണിന്ന് തുരുതുരാ വെള്ളം വരാൻ തുടങ്ങി. ആര് കെട്ടിച്ചേരാൻ? പാപ്പർ സൂട്ടായ ജുലൈബിനൊക്കെ ആര് കെട്ടിച്ചേരാൻ നബിയെ? പിന്നെ റസൂലുള്ളാഹിൻ്റെ ചോദ്യം, പിന്നെ ഞാനെന്തിനാന്ന് കണ്ടോ? മദീനയിലെ ഏറ്റവും പണക്കാരനായ അൻസ്വാരിയുടെ ഏറ്റവും സുന്ദരിയായ മോളെ കെട്ടിച്ചു കൊടുത്തില്ലേ? അതാ ശരിക്കും ഈ ബിലാൽ അങ്ങക്ക് റസൂലുള്ള വഫാത്തായപ്പോൾ മദീനയിൽ നിൽക്കാൻ കഴിയാതെ ഓടിപ്പോണത്. എന്നെ കൊണ്ടാവില്ല മദീനയിൽ നിൽക്കാൻ, എന്നെക്കൊണ്ടാവില്ല ഇവിടെ നിൽക്കാനെന്ന് പറഞ്ഞു. ആ 63 കാലം തന്നെ സത്യം. വൽ അസ്ർ, ആ തങ്ങളെ നമ്മളും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കും വേണ്ടത് പാവങ്ങളോടുള്ള മഹബത്താണ്. തദ്കിറത്തുൽ മുഹബ്ബീനിൽ നമുക്കത് വായിക്കാൻ പറ്റും. പാവങ്ങളോട് മഹബത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് മഹബത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം. ഗ്രാൻഡ് മൗലിദുകളൊക്കെ ഇനി നമ്മൾ റബീഉൽ അവ്വലിൽ സംഘടിപ്പിക്കും. ഫസ്റ്റ് പരിഗണന കൊടുക്കേണ്ടത് നാട്ടിലെ പാവങ്ങൾക്കാണ്. ആടും ഒട്ടകവും എത്ര ഉസ്താദുമാരും കേരളത്തിൽ അറിയപ്പെട്ട മദ്ഹ് ചൊല്ലുന്നവരും വന്നു എന്ന എണ്ണത്തിൻ്റെ മുമ്പ് നാട്ടിലെ എത്ര പാവങ്ങൾക്ക് ഫുഡ് ഇതിലൂടെ കൊടുക്കാം എന്ന വിചാരമായിരിക്കണം റൗളയിലേക്ക് വിടേണ്ട മെസ്സേജ്. അതാ വേണ്ടത്. കാരണം അവിടുന്ന് അള്ളാഹിനോട് ചോദിച്ചു വാങ്ങിയ ഒന്നാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്തി വതർക്കൽ മുൻകറാത്തി വഹുബ്ബൽ മസാകീൻ, എനിക്ക് പാവങ്ങളോട് സ്നേഹം നൽകണേ അല്ലാഹ് എന്നവിടുന്ന് ചോദിച്ചു വാങ്ങിയതാണ്. മദീനത്തെ പള്ളിയിലെ ഇശാ നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് മദീനത്തെ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നത് മുത്തുനബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ലാസ്റ്റ്. തങ്ങളുടെ ഇടപെടലിൻ്റെ രീതിയൊക്കെ കണ്ട നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു. ആരെങ്കിലുമൊക്കെ തങ്ങളെ കാണാൻ വന്ന ആദ്യം തങ്ങൾ ചെയ്യലെന്താ അറിയാം? അടി ഇരിക്ക്, നിന്ന് വർത്താനത്തിൻ്റെ ഒരു വിഷയമില്ല, ഇല്ല, ഇരുന്നിട്ട് സംസാരം തുടങ്ങിയ ഇരിക്കാൻ വല്ലതും പായൊന്നുമില്ലെങ്കിൽ തങ്ങളുടെ മേൽത്തട്ടെടുത്തിട്ട് അവിടെ തങ്ങൾ തന്നെ വിരിച്ചു കൊടുക്കും. കാരണം കിബറിൻ്റെ ഒരു എലമെൻറ്റ് തങ്ങളുടെ ജീവിതത്തിലില്ലല്ലോ. ഭാര്യ സഫിയ ബീവി നീളം കുറഞ്ഞ മഹദി ആയതുകൊണ്ട് ഒട്ടകപ്പുറത്ത് കയറാൻ കഴിയുന്നില്ല. റസൂൽ പറഞ്ഞ സങ്കടപ്പെടണ്ടെന്ന് പറഞ്ഞിട്ട് കാല് നീട്ടിക്കൊടുത്ത് ആ മുട്ടും കാലുമേൽ ചവിട്ടാൻ പറഞ്ഞിട്ട് ചവിട്ടിയിട്ട് കയറാനാണ് പറയണത്. സ്വർഗത്തിൽ ആദ്യം എടുത്തു വെക്കേണ്ട കാല് ഭാര്യൻ്റെ കോണിപ്പടി. അതിന് കിബറിൻ്റെ ഒരു അംശം ഉണ്ടെങ്കിലല്ലേ ഓളാ എന്നോടാ എന്നൊരു ചിന്തയൊക്കെ വരണമെങ്കിൽ അവിടുത്തെ നമ്മളൊക്കെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ റസൂലുള്ളാഹിൻ്റെ കുടുംബജീവിതം പ്രസംഗത്തിലും പ്രവർത്തനത്തിലും വേണം. ഇല്ലാത്തതുകൊണ്ട് കൂടിയാണ് പുതിയ പെൺകുട്ടികൾ 21-19 വയസ്സായിട്ടും കിട്ടുന്നില്ല എന്ന് പറയണത്. ഏട്ടത്തിനെ പീഡിപ്പിക്കുന്ന പുതിയാപ്പിളയും ഉമ്മ ഒരിക്കൽ പുരക്കേക്ക് പോയിക്കോട്ടാന്ന് ചോദിച്ചതിന് ചൂടാകുന്ന ഉപ്പാനെയും കണ്ടാൽ പെൺകുട്ടികളൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.
ഇല്ല. ആ ഷേഖുന കൻസുലുലുമ ചിത്താരി ഉസ്താദിനെ ഒരിക്കൽ വീട്ടിൽ നിന്ന് കാണുന്നില്ല. ഭാര്യക്ക് ഭയങ്കര ബേജാറായി. പുറത്ത് റാക്കിൽ ചെരുപ്പും ഷൂ ഒക്കെ ഉണ്ട്, പുറത്ത് എവിടെയും പോയിട്ടില്ലാന്ന് കൺഫേം ആയി. ഉള്ളിൽ കാണാതിരിക്കുമ്പോൾ വയസ്സായ ഒരു ഉസ്താദിനെ കാണാതിരിക്കുമ്പോൾ ബേജാറാവില്ലേ? കുറേ നേരം വരുതിയിട്ടും വിളിച്ചിട്ടൊന്നും കേൾക്കണില്ല. നോക്കുമ്പോൾ ബാത്റൂമിൻ്റെ പുറത്ത് ചെരുപ്പ് കാണുന്നുണ്ട്, ഡോറ് കുറച്ച് തുറന്നിട്ടുമുണ്ട്. അവിടെ വീണ് പോയെന്നുള്ളൊരു ബേജാറിൽ നോക്കുമ്പോൾ അവിടെയുമില്ല. ഒന്നുകൂടി സൂക്ഷ്മതയോടെ നോക്കുമ്പോൾ ഡോറ് പകുതി തുറന്നിട്ടാണ് ഉള്ളത്. ഉള്ളിൽ നിന്നാണെങ്കിൽ തുറന്നു നോക്കൂലല്ലോ, തുറന്നു വെച്ചില്ലെങ്കിൽ പുറത്തിറങ്ങുമല്ലോ. അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ബാത്റൂമിൻ്റെ ഡോറിൻ്റെ വേക്കിൽ ഒളിച്ചിരിക്കുകയാണ്. ഭാര്യനോട് ഒളിച്ചും പൊത്ത് കളി, ഹൈഡ് ആൻഡ് സീക്ക്. വയസ്സ് 68, സ്ഥാനം സമസ്ത സെക്രട്ടറി. കാരണം ആയിഷ ബീവിയായിട്ട് നടത്തിയ ഓട്ടം മത്സരം ഹദീസിൽ തർക്കീബ് വെക്കാനുള്ളതല്ല എന്ന് ഉസ്താദിനറിയാം. അതാണ് ജീവിച്ച് കാണിച്ചു തരുന്നത്. അതെ, താജുശ്ശേരിയ അലിക്കുഞ്ഞ് ചെറിയ ഉസ്താദ് എവിടെ യാത്ര പോകുമ്പോൾ ആദ്യം പറയൽ മറിയൂനോടാണ്, ഭാര്യനോടാ. മറിയൂന്നാ വിളിക്കൽ സ്നേഹം കൊണ്ട്. മറിയൂ പോട്ടെ എന്ന് വയ്ക്കുക. പല യാത്രയിലും കൂടെ കൂട്ടുകയും ചെയ്യും. എവിടെ എത്തിയാലും ഈ ഫോണൊന്നും മൊബൈൽ ഇറങ്ങാത്ത കാലത്ത് ആ ലാൻഡ് ഫോൺ എവിടെയുള്ളത് അവിടെ നിന്ന് സംഘടിപ്പിച്ചിട്ട് ആദ്യം വിളിക്കൽ മറിയൂന് എത്തിനട്ടാന്ന് വിളിക്കൂ. തിരിച്ചു പോകുമ്പോൾ ഇവിടുന്ന് പുറപ്പെടുന്നുണ്ടട്ടാന്ന് വിളിക്കും. കാണ്ട റൗല ഷെരീഫിൽ എത്തിയിട്ട് റൂമിൽ നിന്ന് സിയാറത്ത് ചെയ്യാൻ പോകുമ്പോൾ താജുശ്ശേരിയ ആ പച്ചക്കുബ്ബ കാണാറില്ല, കാരണം തല ഉയർത്തൂല. അവിടെ എഴുതി വെച്ച ബെയ്ത്തൊന്നും താജുശ്ശേരിയൊക്കെ അറിയില്ല, തല താഴ്ത്തിയിട്ടേ പോവുള്ളൂ. അങ്ങനെ പോവുക. ഭാര്യനോട് പറയുന്നുണ്ട്, നിന്നെക്കുറിച്ച് ഞാൻ റൗലയിൽ പറയുമെന്ന്. എന്താ പറയലെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ്, എൻ്റെ മറിയൂ എൻ്റെ പരം കൂടിയിട്ട് 10-30 കൊല്ലായി. ഓളെന്നെ നല്ല പാങ്ങിൽ, കാസർഗോഡ് ഭാഷയിൽ പാങ്ങിൽ എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയിൽ നോക്കിയിട്ടുണ്ട്. ആരംഭക്കനിയായ മുത്തുനബിയെ ഓളിയും പരിഗണിക്കണേന്ന് പറയുമെന്നോ. ഈ ഉമ്മത്തിനെ ആർത്തിരമ്പുന്ന തിരമാലിൻ്റെ മുന്നിൽ ഒറ്റക്ക് കപ്പിത്താനായി നിന്ന ഒരു ശക്തിയുണ്ട്, താജുൽ ഉലമ എന്ന പേര്. താജുൽ ഉലമൻ്റെ പ്രധാന തീരുമാനങ്ങളൊക്കെ ഭാര്യനോടും കൂടി ചോദിച്ചിട്ടാ എടുക്കുക. ഓളോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഒരു റാഹത്താവുള്ളൂ എന്നാ പറയാം. ചിത്താരി ഉസ്താദും അങ്ങനെ തന്നെ. വീട് കൂടലിന് കണ്ണൂർ ജില്ലയിൽ പോകുമ്പോഴും ഉസ്താദിൻ്റെ വീട്ടിൽ നിന്ന് എത്ര കിലോമീറ്റർ ദൂരമുള്ള ഹൗസ് വാമിംഗ് ആണ്, വെഡ്ഡിങ് പ്രോഗ്രാമാണ്. സുബീക്ക് 2:30, 3 മണിക്ക്, 4 മണിക്ക് പോകണമെങ്കിലും ബേക്കിൽ ഉസ്താദിൻ്റെ വണ്ടീൻ്റെ ആ ഇന്നോവയിൽ ബേക്കിൽ ഒരു കറുത്ത പർദ്ദ ഒരാളുണ്ടാവും. ആരാന്ന് ചോദിച്ചാൽ പറയും മാനേജറാണ്. മാനേജറെ കൂട്ടാണ്ട് ഒരു റാഹത്താവില്ല. സമസ്ത മുഷാവറ മീറ്റിങ്ങിന് ഉസ്താദ് പോകുമ്പോഴും ഭാര്യനെ കൂട്ടിയിട്ട് അലീബാ ഫഖീഹ് തങ്ങളുടെ വീട്ടിൽ ആ കൊയിലാണ്ടി ഖൽഫാൻ്റെ പരിസരത്താക്കിയിട്ടാ മുഷാവറ മീറ്റിങ്ങിന് പോവുക. അതങ്ങനെ തന്നെ. സുൽത്താനുൽ മുസ്താദിനെ എപ്പോഴും സൈനബാന അഥവാ ഉസ്താദിൻ്റെ ഭാര്യനെ വിളിക്കണം. എന്നിട്ട് ചോദിക്കും, എന്ത് സൈനബ് ഇവിടെ ഒരു പള്ളി എടുക്കുന്നുണ്ട്, ഞാനൊരു 10,000 കൊടുക്കുന്നുണ്ട്, നീ എത്രയോ കൊടുക്കുന്നതെന്ന്. എൻ്റെ സൈനബാനെ കൂട്ടാണ്ട് ഒരു നന്മ ഞാൻ ചെയ്യാറില്ല എന്ന് ഉസ്താദ് പറയാറ്. 10-30 കൊല്ലത്തിന് മേലെയായി എൻ്റെ തഹജ്ജുദ് ഒരു മുടക്കവും വരുത്താതെ ഏത് 2:30, 1:30 വന്നുറങ്ങിയാലും വിളിച്ചുണർത്തുന്നത് എൻ്റെ സൈനബിയാന്നാണ്. ദുനിയാവിലെ ഏറ്റവും വലിയ പൂതി സൈനബാനും കൂടി കൂട്ടിയിട്ട് സ്വർഗത്ത് പോകണമെന്ന ഉസ്താദിൻ്റെ പൂതി. ഇതാണ് ഭാര്യ. ഇതെവിടുന്ന പഠിച്ചത്? വല്ലസർന്ന് പഠിച്ചടാ അവര്. കാരണം സിദ്ദീഖോർ ആയിഷ ബീവി കുറച്ച് ശബ്ദം ഉയർന്നതെന്ന് കണ്ടപ്പോൾ ഒറ്റ അടിക്കണ്ടല്ലോ. മുത്തുനബീൻ്റെ മുമ്പ് നാം ശബ്ദം കൂട്ടുന്നുള്ള അർത്ഥത്തിൽ അടിക്കാൻ പോകുമ്പോൾ വേണ്ട സിദ്ദീഖ് പാവല്ല ആയിഷ എന്ന് പറയുന്നുണ്ട്. സിദ്ദീഖോർ ദേഷ്യം പിടിച്ചിട്ട് അങ്ങോട്ട് പോയപ്പോൾ ആയിഷ ബീവിനെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യണമല്ലോ, സമാധാനിപ്പിക്കണം. തണ്ടറിങ് മൈൻഡ് ഉണ്ടാവുക. എന്താ പറഞ്ഞെന്നൊരു ആയിഷ ബീവിനോട്, ഞാനുള്ളതുകൊണ്ടാണ് ആ മനുഷ്യൻ്റെ അടി കിട്ടാണ്ടെന്ന്. എന്താ പറഞ്ഞ വാക്ക് നോക്കിയേ? അബൂബക്കർ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിക്ക് സഹിക്കൂല. അബൂബക്കറിൻ്റെ അടി എന്ന് പറഞ്ഞാൽ അതെൻ്റെ പൊന്നല്ലേ, അത് വിട്ടത്. പിന്നെ എൻ്റെ ഉപ്പാന്ന് പറഞ്ഞാൽ അമ്മോശനെ കുറ്റം പറഞ്ഞാൽ ഭാര്യൻ്റെ കൽബ് വേദനിക്കും. അത് തങ്ങൾ പറയൂല. വല്ലസറേ 63 കാലം അമ്മോശനെ കുറ്റം പറയാത്ത ആൾ. പിന്നെ പറഞ്ഞത് ആ മനുഷ്യൻ്റെ എന്ന് പറഞ്ഞാൽ ഏടി പരിക്കേൽക്കൂലല്ലോ, അതാ അങ്ങനെ പറഞ്ഞത്. ആയിഷുവിൻ്റെ കൽബ് വേദനിക്കോ എന്ന് പേടിച്ചിട്ടാണ് പേരങ്ങോട്ട് മാറ്റിയത് എന്ന് ചരിത്രം നമുക്ക് വായിക്കാൻ പറ്റും. അത് എവിടെയാണ് തന്നെ. ഉമ്മു സലമ ബീവിയാണോ അല്ല ഹഫ്സ ബീവിയാണോ എന്ന് വഫീ റിവായത്തും പിന്നെയുണ്ട്. ആയിഷ ബീവിയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായപ്പോൾ ഒരു തളികയിൽ നല്ല പായസം പോലുള്ള സൽക്കാരം കൊടുത്തയച്ച് നമുക്കൊക്കെ അറിയുന്ന തന്നെ. ആയിഷ ബീവിക്ക് അത് അത്ര പിടിച്ചിട്ടില്ല.
ഞാൻ കാര്യമായിട്ട് സൽക്കരിക്കാൻ ഒരു ഡേറ്റ് എല്ലാം കൺഫേം ചെയ്തിട്ട് നിങ്ങളാണോ കാര്യം? ഒറ്റ തട്ട് പാത്രം വീണ് പൊട്ടി. അടിമച്ചക്കനോട് 2 കാര്യമാണ് തങ്ങൾ പറഞ്ഞത്. വാറത്ത് ഉമ്മക്കും ഉമ്മ കുറച്ച് ചൂടിലാണ്, മോനെ ഇടപെടണ്ടാകും. പിന്നെ തങ്ങൾ നിലത്തിരുന്നിട്ട് പാത്രം പൊറുക്കിയെടുത്തു. ഏത് തങ്ങൾ? 7-ാം ആകാശത്തിൻ്റെ അപ്പുറം പോയി ലോകം മുഴുവനും കണ്ട തങ്ങൾ നിലത്തിരിക്കുക, പാത്രം പൊറുക്കിയെടുക്കുക. അതിന് അടിമച്ചക്കനോട് മോൻ്റെ ഉമ്മ ചൂടില്ലാന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മ എന്നല്ല പറഞ്ഞത്, നമ്മളുമ്മാന്നും അല്ല പറഞ്ഞത്, ഐഷ ബീവിന്നും അല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? ഹാറത്തുമ്മക്കും, ഉമ്മ നിങ്ങളുടെ ഉമ്മ ചൂടില്ല എന്ന് പറയാൻ കാരണം ആൾ ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ്. തൊട്ടാൽ പൊള്ളും, കേസ് പൊള്ളുന്ന FIR ആണ്. വിട്ടോളി, വിട് 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 വിട്. ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ് ആള്, തൊട്ടാ പൊള്ളുന്ന കേസാണ്. വിടാം വിടാം. അതാ അങ്ങനെ പ്രയോഗിച്ചത്. ചരിത്രത്തിൽ എവിടെയും നമുക്കിത് വായിക്കാൻ പറ്റും. വൽ അസ്ർ, വഫാത്തായി കഴിഞ്ഞിട്ട് 9 ഭാര്യമാരോട് ചോദിക്കുമ്പോൾ അവർക്ക് കണ്ണീരാണ് വരുന്നത്. സുൽത്താനെ കുറിച്ച് മിണ്ടാൻ കഴിയില്ല അവർക്ക്. അതാണ് വൽ അസ്ർ. കോടാനുകോടി കാലം ഇവിടെ കടന്നുപോയാലും 63 കാലം അത് തന്നെ സത്യം. ആ കാലം എല്ലാ കാലത്തേക്കും മാതൃകയായ കാലം. വേദനിപ്പിക്കാത്ത കാലം, ഒരാളെ വിഷമിപ്പിക്കാത്ത കാലം. അപ്പോൾ നമ്മൾ മഹബത്ത് നോക്കണം. റബീഉൽ അവ്വലാ വരുന്നത്. അതാണ് ഉമറുൽ ഖാദി തങ്ങൾ അവിടുത്തെ ഖസീദത്തുൽ ഉമരിയയിൽ നമ്മളെ പഠിപ്പിച്ചല്ലോ. മൻ ഇൻദഹു കാനൻ നബിയുൽ മുൻതഖബ് മിൻ കുല്ലി ഖൽഖില്ലാഹി മഹബൂബൻ അഹബ് ഫസാദത്തുൻ ഉളുമാ വഫൗസു ഗദിൻ കുതിബ് വൽ അംനു മിൻ നാരിൽ അദാബി സലീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഉമറുൽ ഖാദി തങ്ങൾ പറയാണ്, മൻ ഇൻദഹു കാനൻ നബിയുൽ മുൻതഖബ്, ആർക്കെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട ആളായി മാറിയാൽ, ആരെക്കാൾ? മിൻ കുല്ലി ഖൽഖില്ലാഹി മഹബൂബൻ അഹബ്, ലോകത്തുള്ള എല്ലാവരെക്കാളും, സർവ ഏത് സെലിബ്രിറ്റി താരങ്ങളെക്കാളും, ഫോണിനേക്കാളും, നെറ്റിനേക്കാളും, ഏത് ഫ്രണ്ട്സിനേക്കാളും നിനക്ക് റസൂലുള്ള പ്രിയപ്പെട്ട ആളായി മാറിയാൽ എന്താ കിട്ടുക? ഫസഅദതുൻ ഉളുമാ വഫൗസു ഗദിൻ കുതിബ്. കിട്ടിയില്ല മോനെ നിനക്ക് വിജയം. യു ഹാവ് സക്സീഡ്. നിനക്ക് വേറൊന്നും വേണ്ടടോ, നീ വിജയിച്ചു. നിനക്ക് വിജയിക്കാൻ വേറൊന്നും വേണ്ട. അതാണ് തിരൂരങ്ങാടി വാപ്പുസ്താദിനോട് ഒരാൾ പറഞ്ഞല്ലോ, റൗദയിൽ പോവാണ് ഉസ്താദോ ഇറക്കണോ? മദീനത്ത റൗദയില? എൻ്റെ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലുള്ള പറയണം. പറഞ്ഞാൽ മതി. വാപ്പുവിനറിയും, പരിചയമുണ്ട് എന്നാണ് പറയണത്. പരിചയമുണ്ട്, അതാണ് പരിചയം വേണം. ഫസാദത്തുൻ ഉളുമാ വഫൗസു ഗദിൻ കുതിബ്, അവർക്ക് കിട്ടിയില്ലേ വിജയം. വൽ അംനു മിൻ നാരിൽ അദാബി സലീമ, അവർ പിന്നെ നരകത്തേക്ക് പോവില്ല, നരകത്തിൽ പോവില്ല. അതാണ് ഉമറുൽ ഖാദി തങ്ങൾ റൗളാ ഷരീഫിൻ്റെ മുറ്റത്ത് പോയിട്ട് പറയാണ്, യാ അക്റമൽ ഖുറമാ അലാ അഅതാബിക്കും ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബിക്കും. ഇതാ പാവപ്പെട്ട ഒരു ഫഖീറായ ഉമർ വന്നിട്ടുണ്ട്. തങ്ങളടുത്ത് വന്നാൽ തട്ടൂലല്ലോ നബിയേ, തട്ടൂലല്ലോ, എന്തെങ്കിലും തരണേ നബിയേ. ആ മഹബത്ത് വേണം മുഅ്മിനീങ്ങളെ, നമുക്ക് മഹബത്ത് വേണം. മഹബത്ത് എന്ന് പറഞ്ഞാൽ കാട്ടിക്കൂട്ടലല്ല. അപ്പുറത്തെ മഹല്ലുകാർ ഘോഷയാത്രക്കോ ഒട്ടകത്തിനാ കൊണ്ടുവന്നെങ്കിൽ ഇപ്പുറത്തെ മഹല്ലുകാരെ നോക്കുമ്പോൾ കുതിരയായി, ഇനി നമ്മൾ ജിറാഫയെ രക്ഷയുള്ളൂ എന്ന് വിചാരിക്കുന്ന മോഡലല്ല മഹബത്ത്. അല്ലെങ്കിൽ ഞാൻ മദീനയിലെത്തിന്ന് സ്റ്റാറ്റസ് ഇടലാണോ മഹബത്ത്? അല്ല. അങ്ങനെയാണ് മഹബത്തിനെ നിർവചിക്കുന്നത് പുതിയ കാലത്ത്. അല്ല, ശരിക്കും റൗളാ ഷരീഫിൻ്റെ അടുത്ത് പോയാൽ എനിക്ക് തങ്ങളെ കൈ നീട്ടിത്തരോന്ന് ചോദിക്കലെന്നെ അദബുകേടാ. അങ്ങനെ ചോദിച്ച് ഏതെങ്കിലും ചരിത്രം ഉണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ പെർമിഷൻ കിട്ടിയിട്ട് ചോദിച്ചതാണ് എന്ന് വിചാരിക്കണം എന്ന് ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ബഹ്ജത്തുൻ നുഫൂസി വൽ അഹ്ദാഖ് ഫീമാ തമയ്യസ ബിഹിൽ ഖൗമു മിനൽ ആദാബി വൽ അഖ്ലാഖിൽ കാണാം. അഹമ്മദ് വരുന്നുണ്ടല്ലേ എന്നെ കാണാൻ? അതെ, അവിടെ എത്തിയാൽ എല്ലാവരും വന്ന് പോകുന്ന പോലെ പോണ്ട. അഹമ്മദുൽ കബീർ അല്ലേ, എൻ്റെ കൈയൊക്കെ ചോദിക്കണം. അത് നേരത്തെ തന്നെ പെർമിഷൻ കൊടുത്തോണ്ടാ. 2 പാട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് വെച്ചാൽ എന്തോ കിട്ടിയെന്നൊന്നും നമ്മൾ വിചാരിക്കരുത്.
അല്ലെങ്കിലും തങ്ങളുടെ കയ്യിൽ നിന്നെല്ലാം വഹിക്കാൻ നമുക്കെന്ത് നാണം വേണ്ടേന്നാ ഷെഹറാനി മാമ ചോദിക്കണത്. നാണം വേണ്ടേ? പേടി വേണ്ടേ? അതേതാ കൈ, അതേതാ ജീവിതം? അപ്പം നമുക്ക് പേടി വേണ്ടേ? അപ്പോൾ മഹബത്ത് എന്ന് പറഞ്ഞാൽ തഹല്ലുക്കാണ് അതിൻ്റെ അസല്. അവിടുത്തെ സ്വഭാവം ഉണ്ടാവും, പാവങ്ങളെ സ്നേഹിക്കുക. അതാണ് മദീനത്തെ പള്ളിയിൽ ഏറ്റവും ലാസ്റ്റ് ആ വീട്ടിൽ നിന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങാം. എന്തിനാ ലാസ്റ്റ് ഇറങ്ങണത്? അഹ്ലു സുഫത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചില്ല, ഇതുവരെ കഴിച്ചില്ല. മയാസിരി സ്വഹാബ, പണക്കാരായ സ്വഹാബത്തിനെ വിളിച്ചിട്ട് ചോദിക്കും, എത്ര ആളെ കൊണ്ടുപോകാൻ പറ്റും? എത്ര? 2 ആൾ വാ, 4 ആൾ വാ, 10 ആൾ വാ. തങ്ങളുടെ സംഘാടനം കണ്ടിട്ട് സഅദ് ഇബ്നു ഉബാദ എന്ന് പറഞ്ഞു 80 ആളെ കൊണ്ടുപോയിക്കോളാം. ഒരു മുൻകൂർ ജാമ്യമില്ലാതെ രാത്രിത്തെ ഡിന്നറിന് അഷായിന് 80 ആളെ പുറക്കേക്ക് മുത്താലിങ്ങളെ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ഈമാൻ നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കിയേ. ഈ ഉപ്പ ആരാന്ന് പറഞ്ഞാൽ സ്വഹാബിയുൽ ജലീൽ സഅദ് ഇബ്നു ഉബാദ ചരിത്രം ഒരുപാട് പറയാനുണ്ട്. ഈ ഉപ്പ സ്വതക്ക എല്ലാ ദിവസവും ചെയ്യുന്ന കണ്ടിട്ടാണ് അവരുടെ മോന് ഖൈസ് ഇബ്നു സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുമ അതേപോലെയായി മാറിയത്. മിക്ക പ്രമാണിമാരുടെയും തക്കാഫുൽ മെമ്പർമാരുടെയും മക്കൾ അങ്ങനെ ആവില്ല. വളരെ അപൂർവം ആൾക്കാർ മാത്രമേ ബാവാജി കരീമാജിയൊക്കെ ഉണ്ടാവുള്ളൂ. വളരെ അപൂർവം ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ട്? അത് ഉപ്പ പഠിപ്പിച്ചു കൊടുക്കൂല മക്കളെ. ഉപ്പ എപ്പോഴും മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. എന്ത് പഠിപ്പിച്ചു കൊടുക്കണം? സ്വതക്ക ചെയ്യാൻ പഠിപ്പിക്കണം. മുതവല്ലി ഷെഹറാവി പറയുന്നുണ്ട്, ഒരിക്കലും പിശുക്ക് പഠിപ്പിക്കരുത്. പിശുക്ക് ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് പഠിപ്പിക്കോ? പിശുക്ക് കാണിക്കണം അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കോ? ഇല്ല. പിന്നെന്തേ? സ്വതക്ക ചെയ്യുന്നത് കാണിച്ചു കൊടുക്കണം. ജുമഅക്ക് മുമ്പിൽ വന്ന ബക്കറ്റിൽ അല്ലെങ്കിൽ സംഭാവനക്ക് വന്ന ആ സദസ്സിൽ മക്കളെ കാണിച്ചു കൊടുക്കണം, അഹിലുകാരെ കാണിച്ചു കൊടുക്കണം, സ്വതക്ക ചെയ്യുന്നത് കാണിച്ചു കൊടുക്കണം. ആ ഇൽഹാർ സുന്നത്താണ്. അത് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ അതിന് കൂലിയുണ്ടെന്ന് ശൈഖുൽ ഇസ്ലാം സഖരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ട് ഖൈസ് ഇബ്നു സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു എന്ന മോന് ഉപ്പാനെ കണ്ടിട്ട് കൊടുക്കലെന്ന് പറഞ്ഞാൽ കൊടുക്കല. ഒരു യാത്രയിൽ ഒരൊട്ടകത്തിന് അടുത്തിട്ട് കൊടുത്ത്, 2ാമത്തെ ഒട്ടകത്തിന് അറുത്ത് കൊടുത്ത്, 3ാമത്തെയും കൊടുത്തപ്പോൾ ആ യാത്രൻ്റെ ക്യാപ്റ്റൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന് പറയേണ്ടി വന്ന്, മതി പോലെ ഇത് എത്ര കൊടുക്കും, മതി. അങ്ങനെയാ കൊടുക്കേണ്ടത്. അല്ലാന്താ ഓരോ ഒട്ടകത്തിൻ്റെ അല്ല, ഒട്ടകെല്ലാം എടുക്കട്ടെ, ഒരു പോത്തിൻ്റെ ഓരോ ഓഹരി അപ്പുറത്തെ മഹല്ലിൽ 6300 കിട്ടുന്നുണ്ട്. ഉൽഹിയത്തിൻ്റെ ഓഹരി ഇവിടെ 6500 അതുകൊണ്ട് ഞാൻ അപ്പുറം കൂടിക്കോളാന്ന് വിചാരിക്കുന്ന കാലത്ത് എന്ത് ഖൈസ് ഇബ്നു സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു ഇനി നിർബന്ധിച്ച് ഈ മഹല്ലിൽ തന്നെ കൂട്ടിയാലോ? മുപ്പര് മഹല്ല് ഗ്രൂപ്പിൽ നിന്ന് പെരുന്നാൾ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് അടിച്ച്, എന്തേ ഞാൻ അർത്ഥ ഓഹരിൻ്റെ ലിവറിൻ്റെ ഭാഗവും തലച്ചോറും കിട്ടിയില്ല. സ്പെല്ലിങ് WOW എങ്ങനെയുണ്ട്? അതുകൊണ്ട് കൂടിയാണ് ഖുർആനിൽ ഈ ഉൽഹിയത്ത് അറക്കണം എന്ന് പറഞ്ഞെടുത്ത് അള്ള കൊടുത്ത ടേം കണ്ടങ്ങൾ ഫസൊല്ലി ലി റബ്ബിക്ക വൻഹർ എന്നാ പറഞ്ഞ, ലി റബ്ബിക്കാന്ന്. ആ ലാമൊന്ന് സൂമാക്കി നോക്കിയാൽ ഞാൻ ഈ പറയുന്ന അർത്ഥം മജ്മുഉൽ മുഅല്ലഫാത്തിൽ കാണും. എന്താ അർത്ഥം എന്നറിയോ? ഉൽഹിയത്ത് അറുത്ത് കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും ചിന്തിക്കരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിക്കർത്ഥം വൻഹർ എന്ന് പറഞ്ഞാൽ ആ ബ്രൗൺ കളറുള്ള പോത്തിനെ അറുക്കുന്നതിന് മുമ്പ് ഹൃദയത്തിൽ 4-5 കറുത്ത പോത്ത് കാണുന്നുണ്ട്, അത് ആദ്യം അറുത്തിട്ട് ഷെയറിന് കൂടിയാൽ മതി. അതതിൻ്റെ അർത്ഥം വൻഹർ. എന്താ അർത്ഥം വൻഹർ? അല്ലാണ്ട് ഇപ്പോൾ സാധാ മലയാളത്തിൽ അർത്ഥം വെക്കുന്ന അർത്ഥമായ ഖുർആനാവോ? ഇത് ഖുർആനാ? ഇത് ഒഴുത്തിത്തു ജവാമിയൽ കലിമ. സാധാ അർത്ഥമൊന്നും ഖുർആനിൽ ഉണ്ടാവില്ല. അന്ന് പറഞ്ഞ ഒരു മാസ്മരികതയല്ലേ? അതല്ലേ ഞാൻ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത്. ബിസ്മിക്ക് 114 ബിസ്മിക്കും 114 അർത്ഥം എഴുതിയിട്ടുണ്ട് അസ്റാജുൽ മുനീറിൽ. അങ്ങനെ എല്ലാ സ്വഹാബിമാരും ഭക്ഷണത്തിന് പോയി എന്ന് കണ്ടാൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക് ഇടതുകാല് വെച്ചിട്ട് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വീട്ടിലെത്തും. വീട്ടിലെത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭയങ്കര ഫുഡുണ്ടോ വീട്ടിൽ? എന്ത് ഫുഡാണ് ഉള്ളത്? നേരത്തെ കെട്ടിവെച്ചിരിക്കുന്ന കല്ലുണ്ടല്ലോ, വയറിന് കെട്ടിവെച്ചിരിക്കുന്ന നുബുവത്തിൻ്റെ ഷറഫാക്കപ്പെട്ട വയറ്റിൽ കെട്ടിവെച്ചിരിക്കുന്ന കല്ല് ആയിഷ ബീവി നേരത്തെ കെട്ടിക്കൊടുത്തത് മഹദി തന്നെ ആയിരിക്കും. ആയിഷ ബീവി മെല്ലെ രാത്രി കിടക്കാൻ നേരത്ത് തങ്ങളെ വയറിൻ്റെ വേക്കിൽ കെട്ടിയിരിക്കുന്ന ആ കയറ് മെല്ലെ അഴിക്കും, ആ കല്ലഴിക്കും. ഇംഗ്ലീഷ് മീഡിയത്തിലെ പിള്ളേർക്ക് ഷൂൻ്റെ മുന്നേ ഷോക്സ് ഇട്ട് കൊടുത്താൽ വൈകുന്നേരം അഴിച്ചു വെക്കുന്ന ഒരു ഫീലിങ്ങിൽ ആ കല്ല് മെല്ലെ. എന്തിനാ കല്ല് അഴിക്കണത്? കിടക്കുന്ന സമയത്ത് കല്ല് കെട്ടിയാൽ കൂടുതൽ പ്രയാസമാവും. നിൽക്കുന്ന സമയത്തേ കല്ലിന് പോസിബിലിറ്റി ഉള്ളൂ. കിടക്കുമ്പോൾ ആയാൽ ഒന്നുകൂടി വയറിന് കനം കൂടും. ആ കല്ല് മെല്ലെ കെട്ടി അഴിച്ചിട്ട് മാറ്റി വെക്കും.
എന്നിട്ട് തങ്ങൾ ആ പായയിൽ കിടക്കും. വയറൊട്ടിയ ആ കിടത്തത്തിൽ തങ്ങൾക്ക് ഇടക്ക് വയറുവേദന വരുമ്പോൾ ആയിഷ ബീവി കരയും. എന്നിട്ട് വയറ് തടവി കൊടുക്കും. എന്നിട്ട് ചോദിക്കും, എന്തിനാ നബിയെ ഈ റിസ്ക് തങ്ങൾ എടുക്കണത്? തങ്ങൾക്കൊന്ന് അള്ളാഹിനോട് ചോദിച്ചാൽ കുനൂസ ദുന്യാവല്ലാഹറ, ദുനിയാവ് ആഹറും വാരിക്കോരി അള്ള തരൂല. വേണ്ട നബി, അതൊന്നും വേണ്ട, ഒന്ന് ചോദിച്ചൂടെ? വേണ്ട ആയിഷ, മാലി വലി ദുനിയ നഫി ഇസ്തിഫാം എന്തു ആക്കാം അവിടെ. എന്തിനായിഷ അമ്മക്കതെല്ലാം? നമുക്കതൊന്നും വേണ്ട ആയിഷു, ഇത് വേണ്ട. എൻ്റെ മുൻഗാമികളായ ഉലുല്ലാസ്മിൽപ്പെട്ട നബിമാരും മറ്റു നബിമാരൊക്കെ പട്ടിണിയിലായി ജീവിച്ചവരില്ലേ? നിന്റെ മുത്ത് നബി റാങ്ക് 2 ആവണമെന്നാണ് വിചാരിക്കണത്. മുമ്പിലെത്തേണ്ട മോളെ, ത്യാഗല സഹിക്കണ്ടേ? പിറ്റേന്ന് രാവിലെയും നിവർന്ന് നിന്നിട്ട് തങ്ങൾ പോകും. എന്നിട്ട് രാവിലെ ചോദ്യം എന്താണെന്നറിയോ? സുബൈലെ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു ചോദ്യം. പിന്നെ സ്വഹബ മൻ അത്അമ മിൻകുമുൽ യൗമ ജാഇയൻ, മദീനയിൽ ആരും പട്ടിണി കിടക്കുന്നവരുണ്ടാവരുത്, പട്ടിണി കിടക്കുന്നവരുണ്ടാവരുത്. ആരെങ്കിലും ഇന്ന് ഫുഡ് കൊടുത്ത ആളുണ്ടെങ്കിൽ ഒന്ന് കൈപോക്കിയേ. എവിടുന്നാ വരുന്നത് നോക്കിയേ, എങ്ങനെയാ വരുന്നത് നോക്കിയേ. എന്നിട്ട് ചോദ്യം എന്താ നോക്കിയേ. വൽ അസറിൻ്റെ കാലത്തെ നമുക്ക് വിശദീകരിക്കാൻ ഒട്ടും കഴിയൂല. അതാണ് സ്വഹാബത്ത് തങ്ങൾ ഓർക്കുമ്പോൾ കരയണത്. വൽ അസർ, എങ്ങനെ ഇത് വിശദീകരിക്കുക? എത്ര വിശദീകരിച്ചാലാ ഇതിൻ്റെ ഒരു ആദ്യ തുള്ളി ആവുക? വൽ അസർ, ഇതാണ് വൽ അസർ, 63 കാലം. എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹ്ക്ക് എന്താ പറയാനുള്ളത്? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യർ തോറ്റവരാണ്. ഉറപ്പല്ലേ? പരാജയപ്പെട്ടവർ പരാജിതരാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം ഇല്ല. ജസ്റ്റ് പാസ്സായവരുണ്ടാവുമല്ലോ സ്വർഗത്തിലെത്തിയവർ. അവരും സ്വർഗത്തിലെത്തിയിട്ട് വിചാരിക്കും കുറച്ചും കൂടി ഇബാദത്ത് ചെയ്യാനേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്, അല്ലേ? പിന്നെ ഹൈ ലെവലിലെത്തിയ ആൾക്കാരും കുറച്ചും കൂടി ശ്രദ്ധിച്ചാൽ ഒന്നും കൂടി ഹൈ ലെവലിലേക്കൊക്കെ എത്താം. മനുഷ്യൻ്റെ അടിസ്ഥാനം പരാജയമാണ്. ഇനി പറയാൻ പോകുന്ന 4 കാര്യങ്ങളൊക്കെ മേളിക്കുക എന്ന് പറഞ്ഞാൽ മഹാ കഷ്ടപ്പാടാണ്. ഇസുദ്ദീൻ അബ്ദുസലാം റഹ്മാന്റെ ഇബാർത്ത മഹാ കഷ്ടപ്പാടാണ്. 120 സൊഫുണ്ട് മഹ്ശറയിൽ. 120 80 സൊഫ് നരകത്തിലാണ്. സ്വർഗത്തിലെത്തുക എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടുണ്ട്. ഹുഫത്തിൽ ജന്നത്തുബിൽ മക്കാരിഹ്, കഷ്ടപ്പാടുണ്ട്. അടിച്ചു പൊളിക്കുക, തിമിർത്താടുക, രസിക്കുക. എന്നിട്ട് നമ്മൾ ഉമ്മാമ യാസീന്, മുൽക്ക് സജദ, വാക്കിയ, മുസമ്മിൽ, ജിന്ന് എല്ലാം ഓതിയിട്ട് സ്വർഗത്തിലെത്തുക. നമ്മളും എത്തുക. അത് there is a no chance to be. അതൊരു സാധ്യതയില്ല. സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ് ബൈ ദോസ് ഹു നെവർ സക്സീഡ്. ഉറപ്പല്ലേ? വിജയം എന്ന് പറഞ്ഞാൽ ഒരു മധുരാണല്ലോ. ആ മധുര അനുഭവിക്കണമെങ്കിൽ ആദ്യം ഒരു കയ്പ് നീർ വേണം. ഉറപ്പാണ്. ഉറപ്പല്ലേ? ഉറപ്പല്ലേ? നമ്മളെ കയ്യിലുള്ള ഫോണ് നമുക്കെതിരെ സാക്ഷി നിന്നാൽ ഭയങ്കര പരാജയം. അത് ഭയങ്കര പരാജയം. അതാണ് ഞാൻ നേരത്തെ പ്രസംഗത്തിൽ പറഞ്ഞത്. എന്ത്? ഒരാന, ജിറാഫ്, കണ്ടാമൃഗം, കരടി, അവരൊക്കെയാണ് എതിര് സാക്ഷി എന്നിട്ട് നമ്മൾ തോറ്റു എന്ന് റിസൾട്ട് വരുവാണെങ്കിൽ ആ തോൽവിക്കും ഒരു മാന്യത ഉണ്ട്. തടിച്ച വലിയ ജീവനോടല്ലേ തോറ്റു. ഞാൻ അത് പറയാം. ഇതൊരു ചെറിയൊരു ഐഫോൺ നമ്മളെ തോൽപ്പിച്ചിട്ട് വാഹ്റജത്തിൽ അർലു അസ്കാലഹ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, ഈ ഭൂമി നമ്മളോട് കഥ പറയുന്ന ഈ ഫോൺ നമ്മളോട് കഥ പറഞ്ഞാൽ അത് ഭയങ്കര പരാജയം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ തോറ്റവനാണ്. തോൽക്കലാണ് അതിൻ്റെ ഒരു അടിസ്ഥാനം. ജയിച്ചു കയറുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. എന്തുകൊണ്ടാണ് ഈ ദുനിയാവിൽ ഈ കുറച്ച് റിസ്ക് ഉണ്ടായത്? പൊതുവിൽ നമ്മളെ ജീവിതം നോക്ക്. ഫീ കബദ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. റാസിമാൻ പറയുന്നുണ്ട്, ഈ ദുന്യവിയായ ജീവിതം എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടുള്ളതാണ്. കല്യാണം കഴിച്ച് കുറേ കാലം കുട്ടിയില്ല, കുട്ടിയായി, ആ കുട്ടി മരിച്ചു. വേറെ ഒരു കുട്ടിയായി, ആ കുട്ടിക്ക് എന്തോ മാരക അസുഖം, 16 ലക്ഷം ഓപ്പറേഷന് ചിലവായി. പിന്നെ മറ്റൊരു കുട്ടി, ആ കുട്ടിയും മരിച്ചു. അതിൻ്റെ ഇടയിൽ ഭാര്യ മരിച്ചു. പിന്നെ ഇയാൾ ആക്സിഡൻ്റ് ആയിട്ട് കാല് പൊട്ടി. പിന്നെ ഷാർജയിൽ ഉള്ള ജ്യേഷ്ഠൻ്റെ മോന് കട തീ പിടിച്ചിട്ടാകെ നഷ്ടത്തിലായി. അതിൻ്റെ ഇടയിൽ മറ്റൊരു മോന് പേരക്ക മരത്ത് വന്ന് വീണ്. എന്തെല്ലാം പ്രശ്നങ്ങളാണ് ദുനിയാവിലെ. ആക്സിഡൻറ്റ്, മറ്റേത്, എന്തെല്ലാം എന്തെല്ലാം എന്തെല്ലാം. അതെന്താ ദുനിയാവിൽ ഇങ്ങനെ കഷ്ടപ്പാടായത്? ഈ അടിച്ചുപൊളിയൊക്കെ കുറച്ച് കാലമല്ലേ ഉണ്ടാവുള്ളൂ. ദുനിയാവിലെ ഏത് സുഖവും വളരെ ഫ്യൂ സെക്കൻഡ്സേ ഉണ്ടാവും. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ മോനെ? മന്തി. വിച്ച് മന്തി? മട്ടനോ?
ഈ മട്ടൻ മന്തി ഹോട്ടലിൽ ഓർഡർ ചെയ്ത് എന്താ ചങ്ങായി സമയം എത്രയായി ഫുഡ് എടുക്ക് എന്ന് പറഞ്ഞിട്ട് മൂപ്പരോട് ചൂടായ എന്തേ 5 മിനിറ്റ് ഡിലേ ആയതുകൊണ്ട് മൂപ്പര് വിളമ്പി തിന്നു, രണ്ടാമതും വിളമ്പി തിന്നു, മൂന്നാമതും ആരെയോട് ഇടാൻ പറഞ്ഞത്? ഇപ്പം എന്തിനാ ചൂടാകുന്നത്? പിന്നെയും ഇടുന്നുണ്ട്. നേരത്തെ എന്തിനാ മൂപ്പരോട് ചൂടായത്? ഇടാത്തോണ്ട്. ഇപ്പം എന്തിനാ ചൂടാകുന്നത്? പിന്നെയും ഇടുന്നുണ്ട്. അതെന്താ പിന്നിട്ടാൽ മതിയായി. എക്കണോമിക്സിലെ ഡിമാൻഡിൻ്റെ തിയറി, ലോകത്തെ ഏറ്റവും വലിയ ടേസ്റ്റ് ഫുഡാണ്. അത് ഇതേ ഇൻഗ്രീഡിയൻസോടുകൂടി ഇതേ എരിവും പുളിയോടുകൂടി മൂന്നാമത് പ്ലേറ്റിൽ വിളമ്പി നമുക്ക് മടുക്കും. ഇതാ ഏറ്റവും വലിയ ടേസ്റ്റുള്ള സാധനം. ഫ്യൂ സെക്കൻഡ്സ്. ഡാഫോഡിൽസ് അല്ലെങ്കിൽ സ്ട്രോബെറി എന്ന് പറയുന്ന ഐസ്ക്രീം 2 തിന്ന മൂന്നാമത് നമുക്ക് മടുക്കൂലേ? ഉറപ്പല്ലേ? തെല്ലേ ദുനിയാവിലെ ഏറ്റവും വലിയ ടേസ്റ്റ്. ഈ സദസ്സിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. ഈ ഫോട്ടോ പുരക്കെത്തിയിട്ട് നിങ്ങൾ എന്താ ചെയ്യുക? സൂമാക്കും, എന്നിട്ട് നോക്കും ആരാ മഹാനായ നാന, അയാളാ. അങ്ങനെ നോക്കി നോക്കിയേ, കുറച്ചും കൂടി സൂമാക്കി നോക്ക്, നമ്മളെ കണ്ട് ഒന്നുകൂടി സൂമാക്കി നോക്കിയേ, വയറിങ്ങനെ തെളിയും. അതിൻ്റെ ഉള്ളിൽ കാഷ്ടവും മൂത്രവും രക്തവും കപ്പവും ചിലയെല്ലാം ഉള്ളത്. ഇതാണ് മഹാനായ നാന്. വല്ല കാര്യമൊന്നുമില്ല. ഇതാണ് ദുനിയാവ് എന്ന് പറഞ്ഞാൽ. ഏറ്റവും വലിയ ടേസ്റ്റ് ഫുഡാണ്. അത് രണ്ടാമത് ഇട്ടാൽ തന്നെ നമുക്ക് ചൂടാകുന്നതിൻ്റെ കാരണം ഇതൊക്കെ ഫ്യൂ സെക്കൻഡ്സേ ഉള്ളൂ. നമ്മൾ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷന് പകരം ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനിലേക്ക് പോകണം. എന്ന് പറഞ്ഞാൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് SSF സംസ്ഥാന കമ്മിറ്റി കൊടുത്ത ജില്ലകളിലുള്ള ഒരു സ്റ്റുഡൻസ് ഗാല ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ ലക്ഷക്കണക്കിന് മക്കളോട് പറയാൻ ശ്രമിച്ച ഒരാശയം, ഇന്നത്തെ ഒരു സുഖം തൽക്കാലം മാറ്റിയിട്ട് നാളത്തെ ഒരു സുഖത്തിന് വേണ്ടി ജീവിക്കലാണ് ബുദ്ധി എന്ന് പറയുന്നത്. അത് ഉറപ്പല്ലേ? അലാറം വെക്കുന്ന എന്തിനാ? ഉറക്കുന്ന സുഖം തൽക്കാലം വേണ്ടാന്ന് വെച്ചിട്ട് നാളത്തെ പരീക്ഷൻ്റെ റിസൾട്ട് കിട്ടിയാൽ കാലങ്ങളോളം സുഖം അനുഭവിക്കാൻ. ബ്രേക്ക് ചവിട്ടുന്നതോ? ബൈപ്പാസിൽ പോകുമ്പോൾ ബ്രേക്ക് ചവിട്ടൽ നമുക്കിഷ്ടമാണ് അല്ല. പിന്നെന്തേ? മുമ്പിൽ ഒരു ലോറി നിർത്തി വെച്ചിട്ടുണ്ട്, ബ്രേക്ക് ചവിട്ടിയിട്ടെങ്കിൽ ഇടിച്ച് മരിച്ചു പോവും. അതുകൊണ്ടാണ് തൽക്കാലമുള്ളൊരു സുഖം മാറ്റിവെച്ച് കാലാകാലമുള്ള സുഖത്തിന് വേണ്ടി ജീവിക്കണം എന്ന് പറയണത്. ഇതാണ് നമ്മൾ ജീവിതത്തിൽ വേണ്ടത്. വൽ തൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. അത് നമ്മൾ അധ്വാനിക്കണം. തൽക്കാലുള്ള സുഖത്തിനെ കുറച്ചൊന്ന് മാറ്റി വെക്കണം. എന്നിട്ട് കാലാകാലം അനുഭവിക്കുന്ന ഒരു സുഖത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കണം, മെനക്കെടണം. എത്ര ചെറുപ്പക്കാരുണ്ട് അങ്ങനെ, എത്ര ഹൈറാത്തുകൾ ചെയ്യുന്നവർ, എത്ര മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ സ്റ്റുഡൻസുകളുണ്ട്. ഒരൊറ്റ തഹജ്ജുദ് ഒഴിവാക്കാത്ത SSFൻ്റെ കുട്ടികളെ നമുക്ക് പരിചയമുണ്ട്. എത്ര കുട്ടികൾ! അവരുടെ സ്റ്റെതസ്കോപ്പുകൾ അവർക്ക് അള്ളാഹുവിൽ ഇബാദത്ത് ചെയ്യാനൊന്നും ഒരു തടസ്സമായിട്ടില്ല. ഒരു മെഡിക്കൽ കോളേജിൽ കുട്ടികൾക്ക് പള്ളിയിൽ, അവിടുത്തെ പരിസരത്തുള്ള പള്ളിയിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ MBBS ഫൈനൽ ഇയർ സ്റ്റുഡൻ്റായ ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട്, ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞെന്താ പറയുക, ഉസ്താദേ ഇവിടെയുള്ള ഉസ്താദ് വ്യാഴാഴ്ച നാട്ടിൽ പോകും, അപ്പോൾ എനിക്ക് വ്യാഴാഴ്ചത്തെ അസർ നിസ്കാരത്തിൻ്റെ ജമാഅത്ത് കിട്ടണില്ല, എന്തെങ്കിലും ഒരു പോകാൻ വഴിയുണ്ടോ? സത്യത്തിൽ ആ ചോദ്യത്തിൻ്റെ മുന്നിൽ നമ്മൾ ചൂളിപ്പോയി. ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റിൻ്റെ ടെൻഷൻ കണ്ടോ? ആഴ്ചയിലെ വ്യാഴാഴ്ചത്തെ അസർ ജമാഅത്ത് മിസ്സാവുന്നു, എന്താ ചെയ്യാന്ന് നിങ്ങൾ കണ്ടോ? ഇങ്ങനെ ജീവിക്കുന്ന എത്ര കുട്ടികളുണ്ട്, എത്ര കുട്ടികൾ! എല്ലാ ഘട്ടത്തിലും അവരുടെ ഡ്രൈവിങ്ങിൻ്റെ സമയത്ത് അവരുടെ കയ്യിലൊരു കൗണ്ടർ കാണാം. അവരുടെ വിരലുകൾ റൗള ഷരീഫ് മാത്രം അറിയുന്ന രീതിയിൽ ഇങ്ങനെ ചലിക്കുന്നത്. എന്ത് രസമുള്ള മക്കൾ! അവരുടെ ഒരൊറ്റ പഠനവും അവരെ അള്ളാഹുവിൽ നിന്ന് അകറ്റിയിട്ടില്ല. അവരടുത്തുകൊണ്ടേയിരിക്കുക. നമ്മൾ തോൽക്കരുത്, നമ്മൾ ജയിക്കണം. നമ്മളിവിടെ ജയിക്കാൻ വേണ്ടി വന്നതാ. ഈ കട്ടൗട്ടും ഫ്ലക്സൊക്കെ കെട്ടാൻ വേണ്ടി ഏത് തെങ്ങിൻ്റെ മേലെയും മതിലിൻ്റെ മേലെയും കയറിയ ഏത് കുട്ടിയും താഴെ ഇറങ്ങും. എവിടെ? ഭൂമിയിലല്ല, കുറച്ചും കൂടി താഴെ, ഖബറിൽ. അന്ന് ചെങ്സില്ല, ബ്രദേഴ്സില്ല, ഫാൻസില്ല. സുമ്മയത്തിഹി യൗമൽ ഖിയാമത്തി ഫർദ. എൻ്റെ അടുത്ത് ഒറ്റക്കല്ലേ വരുന്നത്? വരി. അന്ന് നമ്മൾ ഒറ്റക്ക പോകേണ്ടത്, വേറെ ആരും ഉണ്ടാവില്ല. ഒറ്റക്ക ഉണ്ടാവും, വേറെ ആരും ഉണ്ടാവില്ല. നമ്മൾ മാത്രം പോകേണ്ട കാലത്ത് നമ്മളെ കയ്യിൽ സ്വത്തുണ്ടാവണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഫാത്താവുമ്പോൾ കരയാ. എന്തിനാ കരയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സഫരി തവീലുൻ വസാദി ഖലീൽ. എൻ്റെ കയ്യിൽ സ്വത്തൊന്നും ഇല്ലല്ലോ, വലിയ യാത്രക്കല്ലേ പുറപ്പെടുന്നത്.
നമ്മളിപ്പം മരുസാഗറിനോ അജ്മീർ ഓക്ക എക്സ്പ്രസ്സിനോ ട്രെയിനിൽ പോകുമ്പോൾ 1.5 ദിവസത്തെ യാത്ര ഉള്ളതുകൊണ്ട് ഒരു 4-5 നേന്ത്രപ്പഴവും കുറച്ച് അവലും പിന്നെ ഒരു അത്യാവശ്യം ബോട്ടലിൽ വെള്ളം എടുത്താൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം, വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതേസമയത്ത് യാത്ര കുറച്ചും കൂടി 10-25 ദിവസം നീണ്ടു നിൽക്കുന്നതും വഴിയോരങ്ങളിൽ ഹോട്ടലുകളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ സ്വത്ത് കുറച്ച് ഉണ്ടാവണം അല്ലേ? ഇനി യാത്ര അനന്തമാണെങ്കിലോ കയ്യിൽ ചില്ലറ മതിയോ? 5 റിയാൽ 3 ദിർഹം മതിയോ? 10 രൂപൻ്റെ 10 നോട്ട് മതിയോ? പോരാ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാ, നീണ്ടൊരു യാത്രക്ക് റെഡിയാവുന്ന എൻ്റെ കയ്യിൽ സ്വത്തില്ലല്ലോ. ഈ ചരിത്രത്തിന് വിശദീകരിക്കുന്ന ഇബ്നു റജബുൽ ഹംബലി തങ്ങളുടെ ഒരു ഇടപെടലുണ്ട്. എന്താണെന്നറിയോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും 12,000 തസ്ബീഹ് അല്ലാതെ ഉറങ്ങാറില്ല. ഇരുത്തത്തിലും നടത്തത്തിലും യാത്രയിലും മദീനയിലും കൂടെ നടന്ന സ്വഹാബിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നടന്ന സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. എപ്പം വുളു മുറിഞ്ഞാലും വുളു എടുക്കും, എപ്പോൾ വുളു എടുത്താലും വുളുവിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. എടുക്കുന്ന വുളു എല്ലാം പൂർണ്ണമായി സുന്നത്തുകൾ പാലിച്ച് ഈ ഷോൾഡർ വരെ കൈയൊക്കെ നീട്ടിക്കഴുകുന്ന അത്രയും കാമിലായ വുളു എടുക്കുന്ന നേതാവാണ്. ലഗേജ് ഫുള്ളായ മഹാന്മാർ ലഗേജ് ഇല്ല എന്ന് പറഞ്ഞ് കരയുകയാണെങ്കിൽ ലഗേജ് കയ്യിലില്ലാത്ത നമ്മൾ എങ്ങനെയാ മരിച്ചു പോകുക എന്നാണ് ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലയുടെ ചോദ്യം. അതാ ചോദ്യം. തോൽക്കരുത്, നമുക്ക് ജയിക്കാൻ പറ്റണം. ജയിക്കാനുള്ള 4 വഴികളാണ് പറയണത്. പറയാൻ സമയമില്ല, പറഞ്ഞിട്ടില്ലെങ്കിൽ സദസ്സിനോട് നീതി പുലർത്താതെ പോവും. അതുകൊണ്ട് ആയത്തിനെ ജസ്റ്റ് ഒന്ന് അർത്ഥം വെച്ച് പോവുക. ജയിക്കാനുള്ള 4 കാര്യത്തിൽ ഒന്ന് ഇല്ലല്ലദീന ആമനു, ഈമാൻ ഉണ്ടാവണം. ഈമാൻ എന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു പേരല്ല, അത് ഹൃദയത്തിൻ്റെ ഒരു ഇബാദത്താണ്. ദാക തുഅമുൽ ഈമാൻ. അള്ളാനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഏറ്റവും വലുതായി കാണണം. അതിന് കറക്റ്റ് പറയുകയാണെങ്കിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഖലീലായത്? അതിന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഏത് കാര്യം എൻ്റെ മുന്നിൽ വന്നിട്ട് ഓപ്ഷൻസ് ഉണ്ടെങ്കിലും ഈ 2 എണ്ണത്തിൽ, ഇനി ഈ 3 എണ്ണമാണെങ്കിലും ഈ 4 എണ്ണമാണെങ്കിലും ഇതിൽ അള്ളാഹുവിൻ്റെ പൊരുത്തം ഏതാണ് എന്ന് നോക്കിയിട്ട് അത് മാത്രമേ ഞാൻ സെലക്ട് ചെയ്യുള്ളൂ. മകൾ ഫാത്തിമാക്ക് വന്ന അന്വേഷണം അടിപൊളി ചെക്കനാ. അബൂദാബിയിലെ ബന്യാസിലത്ര ജോലി, 1 lakh above ഇന്ത്യൻ സാലറി ഉണ്ട് എന്നാണ് പറയണത്. ഡ്യൂട്ടി ടൈമൊക്കെ വളരെ കുറവാണ്. കല്യാണം കഴിഞ്ഞ ഉടനെ അവളെയും കൂടി കൊണ്ടുപോകുന്നൊക്കെയാണ് കണ്ടീഷൻ. എന്തോ PG, അപൂർവ PGയും എന്തോ ഡിപ്ലോമ ഒക്കെ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഓക്കെ. കൊണ്ടുവന്നാളും നമ്മളെ കുടുംബമാണ്. അന്വേഷിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം അടിപൊളി കുടുംബമാണ്. റോയാലിറ്റി ഉണ്ട്, ഇക്കണോമിക്കലി സെറ്റാണ്, മെറ്റീരിയൽ മോറൽ എല്ലാ ദീനീ വിദ്യാഭ്യാസവും ഉണ്ട്. അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോഴാണ് എന്തോ കുത്തുബിയത്ത് പറ്റൂല എന്ന് പറയുന്നത്. അന്നേരം നമുക്ക് ബ്രേക്ക് വീഴോ ഇല്ലയോ എന്നുള്ളതാണ്. അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ ദാക തുഅമുൽ ഈമാൻ. ഈമാൻ്റെ മധുരം കിട്ടിയോ ഇല്ലയോ എന്നർത്ഥം. അന്നേരം ചിലപ്പോൾ നമ്മളെ കാരണന്മാരെന്നെ ഒപ്പിച്ച് പറയും, അങ്ങനെ വലിയ മുജാഹിദൊന്നല്ല പോലും, ചെറുങ്ങനെ ഉള്ളൂ. സാധ്യതയുണ്ട്, അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അവിടെ നമുക്ക് ബ്രേക്ക് ഇടാൻ പറ്റുമോ ഇല്ലയോ, അതാണ് ഈമാൻ. ഡ്യൂട്ടി ടൈമൊക്കെ വളരെ കുറവാണ്, സാലറി അത്യാവശ്യമുണ്ട്, പക്ഷെ സുബഹ് നിസ്കാരം ഖലാവാൻ സാധ്യതയുണ്ട്. ആ ജോലിയിൽ വേണ്ടെന്ന് വെക്കാൻ കഴിയുമോ ഇല്ലയോ എന്നാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ചോദ്യം. ഇല്ലല്ലദീന ആമനു. ഒരു ഡ്യൂട്ടി ഏറ്റെടുക്കുമ്പോൾ, ഒരു പ്രപ്പോസൽ വരുമ്പോൾ, ഒരു കോളേജിൻ്റെ സിലക്ഷൻ നടത്തുമ്പോൾ, ഒരു അഡ്മിഷൻ കിട്ടുമ്പോൾ, ഒരു സീറ്റ് ബുക്ക് ചെയ്യുമ്പോൾ, ഒരു ഫ്രണ്ടിനെ സെലക്ട് ചെയ്യുമ്പോൾ അള്ളാഹു ആണോ മാനദണ്ഡം, അള്ളാഹുവിൻ്റെ പൊരുത്താണോ വേണ്ടത് എന്നുള്ളതാണ് പ്രധാനം. അപ്പം എൻ്റെ മോൻ എന്താവണം എന്ന് നമ്മളാണ് ഉമ്മമാരെ ആലോചിക്കേണ്ടത്. സനൂസിമാമിൻ്റെ ഉപ്പ വഫാത്തായപ്പോൾ സനൂസിമാമിൻ്റെ ഉപ്പനെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടപ്പോൾ ചോദിച്ചല്ലോ, എന്താ അവസ്ഥ? അൽഹംദുലില്ലാ, വലിയ ദർജ കിട്ടി. എങ്ങനെ? എൻ്റെ മോന് വലിയ വലിയ ആലോചനകളാണ് നടത്തുന്നത് ദീനിൻ്റെ. അപ്പോൾ പിന്നെ അതിൻ്റെ ദർജ എനിക്കാ കിട്ടിക്കൊണ്ടിരിക്കണത്. അപ്പോൾ നമ്മളെ മോൻ ഒരു അഹ്സനിയായാൽ, ഒരു സഖാഫി ആയാൽ അൽഹംദുലില്ലാ, നമ്മളെ മോൻ്റെ കണ്ണ് ബാജൂരിയിലും ബുജൈരിമിയിലും അസ്നൽ മത്താലിവിലും തർഷീഹിലും ഇയാനത്തുൽ മുസ്തഈനിലും കടന്നു പോകുമ്പോൾ അതിൻ്റെ ബർക്കത്ത് ഉമ്മ ഗർഭം ചുമന്ന് നമുക്കാ കിട്ടുക.
ഖബറിൽ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. അതാണ് SSFകാരാക്കി നമ്മളെ മക്കളെ മാറ്റണമെന്ന് സാഹിത്യോത്സവിൻ്റെ വേദിയിൽ നമ്മൾ കേൾക്കുന്നത്. നമ്മളെ മക്കളെ എന്താവണം? ഷാഫി ഇമാമിൻ്റെ ഉമ്മ ആലോചിച്ചു, എൻ്റെ മോൻ ആലിമാവണം. ഷാഫി ഇമാമിൻ്റെ ഉമ്മാക്ക് സാമ്പത്തികമായി ഒരു കഴിവും ഇല്ലാത്തതുകൊണ്ട് തന്നെ ബിസിനസ്സിലൊക്കെ വിട്ടുകൂടായിരുന്നോ? ഇല്ല. ഷാഫി ഇമാമിന് ശാരീരികമായി ഒരുപാട് അസുഖങ്ങൾ ഉണ്ടായിട്ടും വേണമെങ്കിൽ ഈ പഠനമൊക്കെ സ്കിപ്പ് ചെയ്യാലോ, നിർത്തിയില്ല. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ആലിമായി ആരോ കൊടുത്ത ഹദിയ 100 ദിർഹമുമായിട്ട് വന്നപ്പോൾ ഉമ്മ പറഞ്ഞ വർത്താനം എന്താ പറയുക? ആ പണമൊക്കെ ആർക്കെങ്കിലും സ്വതക്കം കൊടുത്തിട്ട് വെറും കൈയോടെ വീട്ടിൽ കയറിയാൽ മതി. അതുകൊണ്ട് കോടിക്കണക്കിന് ഷാഫി മദ്ഹബുകാർ നിസ്കരിക്കുന്ന നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, സർവ്വ ഉംറയുടെയും പ്രതിഫലം ആ ഉമ്മാൻ്റെ ഖബറിലേക്ക് എത്തുന്നു. ഉമ്മമാരെ, നമ്മൾ ബുദ്ധിയോടെ ജീവിക്കണം. ഇല്ലല്ലദീന ആമനോ. ഏത് കാര്യം ചെയ്യുമ്പോഴും മാനദണ്ഡം അള്ളാഹുവിൻ്റെ പൊരുത്തായിരിക്കണം. വഅമിലുസ്സാലിഹാത്ത്. ഈമാനുണ്ട് എന്ന് പറഞ്ഞിട്ട് സുഹൃതങ്ങൾ ചെയ്യാതെ നടക്കരുത്. 24 ബോഗിയുള്ള പരശുറാം എക്സ്പ്രസ്സിനെ കാത്തുനിന്നിട്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എല്ലാവരും ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. നോക്കുമ്പോൾ എഞ്ചിൻ മാത്രം പോയി, ഈമാൻ മാത്രം പോയി, ആർക്കും കയറാൻ കഴിയില്ല. അതിനെ കൊണ്ടെന്താ കാര്യം? അതുപോരട്ടോ. അത് കൊച്ചുവേളി വരെ എഞ്ചിൻ പോയിട്ട് എന്താ കാര്യം? എന്താ കാര്യം? കർമ്മങ്ങൾ വേണം, കയ്യിൽ കർമ്മങ്ങൾ വേണം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എല്ലാ റമദാനിലും 60 ഖത്മോദി തീർക്കും എന്ന് കേട്ടപ്പോൾ അബൂബക്കർ ബിൻ അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു, ഇൻഷാ അല്ലാഹ് ഈ കൊല്ലത്തെ റമദാനിൽ ഓതണം. ഓർ പറയാ, എല്ലാ കൊല്ലവും അങ്ങനെ തീരുമാനിക്കുന്നല്ലാതെ നടക്കാറില്ല. ഒരു കൊല്ലം ഞാൻ തീരുമാനിച്ച്, അല്ലാഹുമ്മ അഹില്ലഹു ബിൽ അംനി വൽ ഈമാൻ. ഈ കൊല്ലം, ഈ മാസപ്പിറവി ഇപ്പം കണ്ട ഈ മാസം ഉണ്ടല്ലോ, ഇൻഷാ അല്ലാഹ് ആ മാസവും കഴിഞ്ഞിട്ട് കരച്ചില്ല. എന്തേ കരയാൻ കാരണം? ഈ കൊല്ലം ഡെയിലി 2 വെച്ച് ഖത്മ് തീർത്താലേ 30 ദിവസം കൊണ്ട് എന്താ ഉള്ളൂ? 60 ഖത്മാവുള്ളൂ. നടന്നിട്ടില്ല. 59 ഖത്മേ ആയിട്ടുള്ളൂ. 1 കുറഞ്ഞതിനാ കരയണത്. എന്തേ? 1 കുറഞ്ഞതിനാ കരയുന്നത്. താജുൽ ഉലമയുടെ പുത്രനും നമ്മുടെ ഒക്കെ ആത്മീയ നേതാവുമായ ഖുറാത്തങ്ങൾ ഉപ്പാപ്പ റമദാനിൽ 28 ഖത്മോദി തീർത്തു എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചല്ലോ, ഇക്കൊല്ലം 29 ഉണ്ടായില്ലേ, തങ്ങളെന്ത് 28 ആയത്? അത് റമദാൻ 17 ബദരീങ്ങളുടെ ആണ്ടിൻ്റെ അന്നേ കൂറത്ത് കുറേ ആൾ വന്നുകൊണ്ട് കുറേ പ്രശ്നം കേൾക്കലും അതിന് ദ്വാരം കൊടുക്കലും പരിഹാരം, പിന്നെ നമ്മളെ വലിയ ബദർ മൗലിദൊക്കെ ആയി. അന്ന് കാര്യമായിട്ടൊന്നും ഓതാനും പറ്റിയില്ല. ഖുറാത്തങ്ങളുടെ എത്രാമത്തെ ആണ്ടായി ഇപ്പം നമ്മൾ ആചരിക്കാൻ പോണത്? ഇബ്നു ഹജറങ്ങളുടെ സതീർത്ഥനാണോ? ജക്കരിയ അൽ അൻസാരി തങ്ങളുടെ ക്ലാസ്മേറ്റ് ആണോ? അല്ല. 2ാം ആണ്ട് ആചരിക്കാൻ പോകുന്നേ ഉള്ളൂ. അവർക്ക് അമലുസ്വാലിഹാത്ത് ഉണ്ട്, അവരുടെ കയ്യിൽ കർമ്മങ്ങളുണ്ട്. നിങ്ങളേത് മഹാന്മാരുടെ ജീവിതം നോക്കിയേ, കർമ്മ പുസ്തകങ്ങൾ നിറഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ കയ്യിലും വേണം. താജുൽ ഉലമ വഫാത്തായപ്പോൾ, നൂറുൽ ഉലമ വഫാത്തായപ്പോൾ, കൻസുൽ ഉലമ ഉസ്താദ് വഫാത്തായപ്പോൾ സുൽത്താനുൽ ഉലമ സ്മരണികയിൽ എഴുതി ചേർത്ത വരികളെ ശ്രദ്ധിച്ചു നോക്കിയേ. ഹദ്ദാദ്, വിർദുൽ ലത്തീഫ്, ഹിസ്ബു നസ്ർ, യാസീൻ, വാഖിയ, ഇതൊന്നും മുടങ്ങാറില്ല എന്നാണ് അവർക്ക് പറയാനുള്ളത്. എടുത്തു പറയാനുള്ള മഹത്വം അതാണ്. നമ്മുടെ കയ്യിൽ മിസ്സാവാതെ അമലുകൾ ഉണ്ടാവണം. പൂർത്തിയായതുകൊണ്ടോ കംപ്ലീഷനിലേക്ക് എത്തിയതുകൊണ്ടോ അല്ല കേട്ടോ അടുത്തതിലേക്ക് പോണത്. സമയത്തിനോട് പുലർത്തേണ്ട നീതി വെച്ച് പറയാണ്, വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബർ. ഉപദേശിക്കണം, സത്യമാർഗങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മൾ SSFകാരായാൽ നമ്മുടെ കൊച്ചനുജന്മാരെയും SSFൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരണം. പ്രാസ്ഥാനിക നേതൃത്വം മുഴുവനും മക്കളെ മുഴുവനും സംഘടനയുടെ ചാനലിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ താല്പര്യം തന്നെ അതാണ്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് അയിമ്മത്ത് എഴുതി വെക്കുന്നുണ്ട്, നമ്മൾ മാത്രം കർമ്മങ്ങളിൽ സജീവായാൽ വിജയിക്കൂല, ബാക്കിയുള്ളവരെയും കൂടി നന്മയിലേക്ക് കൊണ്ടുവരണം. ഒരാൾ നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിൻ്റെ ഇബാദത്ത് അയാൾക്കുണ്ട്. നിസ്കാരം വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ അയാൾക്ക് കൂലി, മറ്റേയാളുടെ കൂലിയും അയാൾക്ക് കിട്ടും. ഇസ്സുദ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു പറയാ, നിന്റെ നന്മ എത്ര ആളിലേക്ക് എത്തുന്നോ അത്രയും പ്രതിഫലം നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ 21,000 സഖാഫിമാരും 21,000 അനാഥ മക്കൾ പഠിച്ചിറങ്ങിയ മർക്കസിന്റെ എല്ലാമായ സുൽത്താനുൽ ഉലമ ഉസ്താദിന്റെ കൂലി ആലോചിച്ച് നോക്കിയേ. സുൽത്താനുൽ ഉലമ ഇസ്സുദ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു പറയണത്, നീ വഴി എത്ര ആൾക്ക് നന്മ എത്തുന്നോ അത്രയും കൂലി നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കും.
21,000+ അനാഥ മക്കൾ മർക്കസിൽ നിന്ന് ഹോം കെയർ ഉൾപ്പെടെ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. 16,000 സഖാഫിമാരായി, 3,000+ പള്ളിയായി. കഴിഞ്ഞ ദിവസം നടന്ന ഒരു മീറ്റിങ്ങിൽ ഡാറ്റ എടുക്കുമ്പം ഒരു ഏരിയയിലുള്ള അസുഫ ദർസിൻ്റെ പഠിതാക്കൾ മാത്രം 14,000 ഉണ്ട്. സുൽത്താനുൽ ഉസ്താദിൻ്റെ കൂലി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എത്ര പ്രതിഫലം! ആ മുദരിസുമാര് ഇക്കാരണം കൊണ്ട് മാത്രം നോക്കുന്ന കിതാബിൻ്റെ മുത്താല, അതിൻ്റെ പ്രതിഫലം എത്രയായിരിക്കും? ഇത് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് എത്തുന്ന പ്രതിഫലം അതെത്രയായിരിക്കും? ICF-ന്റെ RSCയുടെ നേതൃത്വത്തിൽ നടക്കുന്ന 30 രാജ്യങ്ങളിലെ ദർസ് ഇന്നതാ നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ല. RSCയുടെ ജർമ്മനി നാഷണൽ കമ്മിറ്റി അവിടുത്തെ ഇംഗ്ലീഷ് പണ്ഡിതനെ കൊണ്ട് ദർസ് നടത്തുക. ആ പണ്ഡിതന് ഇത് കണ്ടിട്ട്, കിതാബ് കണ്ടിട്ട് പറയാ, സുൽത്താനുൽ ഉസ്താദിൻ്റെ കിതാബ് ദർസ് നടത്തിയിട്ട് എനിക്ക് ഉസ്താദിൻ്റെ വർക്കത്ത് കിട്ടണമെന്ന്. എങ്ങനെയുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. മറ്റുള്ളവർക്ക് കൂടി നന്മ പകർന്നു കൊടുക്കാനാണ് നമ്മുടെ മുസ്ലിം ജമാഅത്തും SYS-ഉം SSF-ഉം ഈ സംവിധാനങ്ങളെല്ലാം. നാളത്തെ നല്ല നായകന്മാരെ വാർത്തെടുക്കാനാണ് SSF-ൻ്റെ സാഹിത്യോത്സവങ്ങളെന്ന് കൊമ്പുസ്താദ് ഉദ്ഘാടനത്തിൽ നമ്മളോട് പറഞ്ഞല്ലോ. അതാണ് നമുക്ക് വേണ്ടത്. മറ്റുള്ളവർക്കും കൂടി നന്മ കിട്ടണം. എൻ്റെ ഭാര്യയും ജമാഅത്തായിട്ട് നിസ്കരിക്കണം, എൻ്റെ ഭാര്യ വെള്ളിയാഴ്ച രാവായിട്ട് സ്വലാത്തില്ലയോ എന്ന് നമുക്കൊരു ജാഗ്രത ഉണ്ടാവണം, എൻ്റെ ഭർത്താവ് അൽക്കഫ് മറന്നു പോകരുത് എന്ന് നിർബന്ധം നമുക്കുണ്ടാവണം. അതാണ് നമ്മുടെ ഉസ്താദുമാരുടെ ഒരു ശൈലി. നമ്മൾ ഈ സൂറത്തിൻ്റെ വൽഹാസിൽ എന്താണെന്ന് വെച്ചാൽ, വിജയികളിൽ ഉൾപ്പെടാൻ സദാസമയം എന്തെങ്കിലും ഒരു ഖൈർ ചെയ്തുകൊണ്ടേയിരിക്കുക, മറ്റുള്ളവർക്ക് നന്മ പകർന്നു കൊടുക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവേ, നമ്മുടെ മജ്ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനെ. ഈ പരിപാടിക്ക് സഹകരിച്ച എല്ലാവർക്കും നീ ഖൈർ ബർക്കത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഈ ദുആഇന് മുമ്പ് നമുക്ക് സാദാത്തുക്കളുണ്ട് ദുആ ചെയ്തു തരാൻ. സാഹിത്യോത്സവന് ഒരുപാട് ചെലവുകളുണ്ട്. നിങ്ങളൊക്കെ നന്നായി സഹായിച്ചതാണ് നമ്മളെ മക്കൾ സ്വാലിഹീങ്ങളാവാൻ. വരുന്ന റബീഉൽ അവ്വൽ ഗംഭീരമായി മൗലിദ് ചൊല്ലി മഹബത്ത് നേടിയെടുത്ത് ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടം വാങ്ങാൻ നമുക്ക് കഴിയണം. നമ്മളെ മക്കൾ സ്വാലിഹീങ്ങളാവണം. നമ്മളെ മക്കൾ ഖൈറിൻ്റെ അഹ്ലുകാരാവാൻ. ആയിരക്കണക്കിന് മക്കൾ മത്സരിക്കുന്ന ആ മത്സരികളുടെ ഭക്ഷണത്തിലും മറ്റ് ഖൈറാത്തുകളിലും നമുക്ക് സംഭാവന നൽകിയാൻ പറ്റിയാൽ ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, അതിൻ്റെ പ്രതിഫലം നമുക്ക് കൂടി കിട്ടും. ഒരു മോന് നന്നാവണം എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു ഇടപെടൽ നടത്തിയാൽ അതിൻ്റെ ബർക്കത്ത് നമ്മളെ മക്കളിലും കൂടി ഉണ്ടാകും എന്നാണ് വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ എന്ന ഹദീസിൻ്റെ വ്യാഖ്യാനം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. 1,000 രൂപ, വലിയ കലക്ഷനൊന്നും ഇവിടെ നടത്തുന്നില്ല. 1,000 രൂപ തരാൻ പറ്റുന്ന 10 ആൾക്കാർ കൈപോക്കിയാൽ നമുക്ക് വേഗം ദുആർന്ന് പോവാം. ഒരു 10 ആൾക്കാർ, അതാ 1, വേഗം 10 ആൾ പറഞ്ഞാൽ 2, വേഗം പറഞ്ഞാൽ 3, പെട്ടെന്ന് ഒരു 7 ആളും കൂടി പറഞ്ഞാൽ തമാം, 4, 5, 6, 7 ആൾ. ഇനി ഒരു 3 ആൾ കൂടി പറഞ്ഞാൽ അൽഹംദുലില്ലാ. സമയം കളയരുത് എന്നാണ് കാര്യമായിട്ട് പറഞ്ഞത്. 8 സ്ത്രീകളില്ലേ, ഇവിടുത്തെ സ്ത്രീകൾ അൽഹംദുലില്ലാ വളരെ അദബുള്ള സ്ത്രീകൾ, ഒന്നും മിണ്ടുന്നില്ല. 8 ആളെ, ഒരു 2 ആൾ കൂടി പറയാം. 2 ആൾ കൂടി പറഞ്ഞാൽ പൂർത്തിയായി. 2 ആൾ കൂടി പറയാം. സ്ത്രീകളെ ഭാഗത്ത് അവർക്ക് കാണാൻ പറ്റുന്ന ആരെങ്കിലുമൊക്കെ അയച്ചാൽ നല്ലത്. 2 ആളും കൂടി പറയട്ടെ. 2 ആൾ കൂടി, 1,000 രൂപ. അതാ 9, അൽഹംദുലില്ലാ. ലാസ്റ്റ് അതാ ഒരാൾ കൂടി പറഞ്ഞു 10, അൽഹംദുലില്ലാ. 10 ആളായി. ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? ചിലപ്പോൾ എനിക്ക് നാട്ടിലെത്തിയിട്ട് അറിയാത്ത നമ്പറിൽ നിന്ന് വോയിസ് വരും. 10 ഉസ്താദ് എന്തോ കിതാബിൽ കണ്ടുകൊണ്ട് വിചാരിച്ചിട്ടാണ് ഞാൻ നിർത്തിയത്. അപ്പോൾ അതിലൊന്നും അങ്ങനെ ആരെങ്കിലും പറയലും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് ഒരു നാരിയത്ത് സ്വലാത്ത് ഇല്ലിട്ട് നമുക്ക് ദുആയിലേക്ക് കിടക്കാം. സ്ത്രീകളെ ഭാഗത്ത് ആരെങ്കിലും ഉണ്ടാവും, ഇല്ലാതിരിക്കുകയൊന്നും ചെയ്യില്ല. നമ്മുടെ മലപ്പുറം ഈസ്റ്റ് ജില്ലയുടെ ജനറൽ സെക്രട്ടറി ഷുഐബിൻ്റെ ഭാര്യയുടെ ഉപ്പ, അല്ല ഷുഐബിൻ്റെ മലപ്പുറം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷുഐബിൻ്റെ ഭാര്യൻ്റെ ഉപ്പ ഇബ്രാഹിം മുസ്ലിയാർ ഇരുമ്പുഴി, അവരുടെ 40 ഇന്ന്. ICF-ൻ്റെ സജീവ പ്രവർത്തകനാണ്. ഉള്ളത് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി കൊടുക്കുന്ന
നല്ല മനുഷ്യനാണ്. ഒരുപാട് നന്മകൾ നമുക്കൊക്കെ പകർത്താൻ പറ്റിയ വ്യക്തിത്വമാണ്. അള്ളാഹു അവരെ ഖബർ സ്വർഗ്ഗപൂന്തോപ്പാക്കുമാറാവട്ടെ. അവരുടെ ഖബർ അള്ളാഹു സ്വർഗ്ഗാക്കട്ടെ. അവരെയും നമ്മയും നാളെ സ്വർഗ്ഗലോകത്ത് അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദ് അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരിജു ബിഹിൽ ഖുറബ് വതുഖല്ലാ ബിഹിൽ ഹവായിജ് വതുനാലു ബിഹിർ റഗായിബ് ഹുസ്നുൽ ഖവാത്തിം വയസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമില്ല. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ, ഇവിടെ ദുആഇന് സ്വീകരിക്കാൻ മാത്രം ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇൽമിൻ്റെ അഹ്ലുകാർ സാദാത്തുക്കൾ മുത്തഅല്ലിമീങ്ങളൊക്കെ ഉള്ള സദസ്സിൽ ദുആഇന് ഇജാബത്തുണ്ടെന്ന് ഖറാഫി ഇമാമ് പറയുന്നുണ്ട്. രണ്ട്, ഇൽമിൻ്റെ മജ്ലിസാണ്, ഖൈർ പറഞ്ഞ മജ്ലിസാണ്. അതൊക്കെ ദുആഇന് ഇജാബത്തുള്ള മജ്ലിസാണെന്ന് ഇമാമിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ഈ ദുനിയാവിൽ നിന്ന് പോകുന്ന ലാസ്റ്റത്തെ സെക്കൻഡ് നമ്മളെ നീ കൈവിടല്ല റഹ്മാനെ. നമ്മൾ 1-ാം വയസ്സിൽ 1.5-2 വയസ്സ് മുതൽ തുടങ്ങിയതാണ് മെല്ലെ മെല്ലെ സംസാരം. പല ഭാഷകളിൽ പല അക്ഷരങ്ങൾ പല വാക്കുകൾ കൂട്ടിച്ചേർത്ത് കോടിക്കണക്കിന് പദങ്ങൾ നമ്മൾ ഉരുവിട്ടു. എപ്പോഴാണ് നമ്മുടെ ഈ സംസാരമൊക്കെ സ്റ്റോപ്പാകുന്നതെന്ന് പറയാൻ പറ്റൂല. ആ സംസാരം സ്റ്റോപ്പാവുന്ന ഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിൻ്റെ ആ ജലാലത്തിൻ്റെ പേരിൽ സ്റ്റോപ്പാക്കണേ റഹ്മാനെ. അതിന് മാത്രം നമ്മളെ ജീവിതം നീ ശുദ്ധിയാക്കി തരണേ അല്ലാ. എല്ലാ നല്ല സദസ്സിലും നമ്മൾ വിചാരിക്കും ഇതോടെ നമ്മൾ നന്നാവുന്നു കരുതും. ഒരു 2 ദിവസം ഉണ്ടാവുന്നല്ലാതെ പിന്നെയും പൊട്ടൻ ജീവിതം തുടരും. ഇതൊക്കെ ഒന്ന് നിർത്തിത്തന്ന് നമ്മളെ മനസ്സും ശരീരവും ശുദ്ധിയാക്കി തരണേ അല്ലാ. ആരോടും വെറുപ്പ് വിദ്വേഷമില്ലാത്ത സലീമായ ഖൽബാക്കണേ റഹ്മാനെ. നിൻ്റെ ദീന് നമ്മളെ ഒന്നും ഒരാവശ്യമില്ല എന്ന് നമുക്കറിയാം. എന്നാലും നിൻ്റെ ദീനിന് എന്തെങ്കിലും ഒരു ഖിദ്മത്ത് ഇഖ്ലാസോടെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കണേ അല്ലാ. നമ്മളെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയുന്ന കർമ്മങ്ങളാക്കല്ല റഹ്മാനെ. ഇവിടെ നടക്കുന്ന ഈ ജില്ലാ സാഹിത്യോത്സവ് ഒരുപാട് ഖൈറുകൾക്കുള്ള ഒരു ഈറ്റില്ലമാക്കണേ റഹ്മാനെ. ഭാവിയിലെ ദാഇമാർ രൂപപ്പെട്ടു വരണം. നാളത്തെ കൊമ്പുസ്താദിൻ്റെ ആ ബർക്കത്തുള്ള ലിസാന് കൊണ്ട് പറഞ്ഞ പോലെ നാളത്തെ ദാഇമാർ പ്രസ്ഥാന നേതാക്കൾ രൂപപ്പെട്ടു വരണം. അതിന് ഈ പെരിന്തൽമണ്ണയുടെ ഈ നാട് സാക്ഷിയാക്കണേ റഹ്മാനെ. ഇതിന് ചെറുതും വലുതുമായ സഹായങ്ങൾ നൽകിയവരുണ്ട്. അവർക്ക് നീ മുന്തിയ ജസാ സമ്മാനമായി ദുനിയാവിലും ആഖിറത്തിലും നൽകണേ അല്ലാ. ഇവിടുന്ന് സംഭാവന ചോദിച്ചപ്പോൾ നിമിഷങ്ങൾ കൊണ്ട് സംഭാവന പൂർത്തിയാക്കി നൽകിയവർ സ്വർഗം കൊടുക്കണേ റഹ്മാനെ. നമുക്ക് തന്ന മക്കൾ, തരുന്ന മക്കൾ, പേരക്കുട്ടികൾ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഫുളൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു മകൻ അലീനെ കുറിച്ച് ദ്വാരക്കുണ്ട്. എൻ്റെ മോൻ അലീനെ എന്നെ കൊണ്ടാവില്ല, നീ തന്നെ ഏറ്റെടുക്കണം അല്ലാ. നമ്മളെ മക്കൾ നന്നാവണമെന്ന് പറയാൻ നമ്മൾ നന്നാവണ്ടേ? നമ്മളെയും മക്കളെയൊക്കെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ഒരു MD-MA-യിലും പെടുത്തല്ലേ അല്ലാ. നിൻ്റെ മോളതാ ഒരുത്തൻ്റെ കൂടെ ബൈക്കിൽ, നിൻ്റെ മോനതാ ഇങ്ങനെ ലഹരിയിൽ, ഇങ്ങനെയൊന്നും ദുനിയാവിൽ കേൾപ്പിക്കല്ലേ റഹ്മാനെ. അദബുള്ള മക്കളാക്കണേ അല്ലാ, അനുസരണമുള്ള മക്കളാക്കണേ അല്ലാ. ഖിയാമത്ത് വരെയുള്ള പരമ്പര മുഴുവനും സുന്നത്ത് ജമാഅത്തിൻ്റെ മക്കളാക്കണേ റഹ്മാനെ. ഇൽമിൻ്റെ അഹ്ലുകാരെ വേദനിപ്പിച്ചാൽ, ഇൽമിൻ്റെ അഹ്ലുകാരെ പ്രയാസപ്പെടുത്തിയാൽ അവരുടെ സന്താനങ്ങൾക്കാണ് പ്രശ്നം പറ്റുക എന്ന് മാഗ്ന അൻഹു മാലുഹു വമാ കസബിൻ്റെ വ്യാഖ്യാനത്തിലുണ്ട്. അവിടെ തഫ്സീറിൽ കാണാം, ഫഹ്ദർ അൻ തകൂന അബാ ലഹബ്, നീ ഒരു കുഞ്ഞ് അബൂ ലഹബാവുന്നത് പേടിക്കണമെന്ന് മദ്രസയിൽ ഉസ്താദിനെ അടിക്കാൻ. ഫഹ്ദർ അൻ തകൂന അബാ ലഹബ്. ഇൽമിൻ്റെ ഏറ്റവും വലിയ ആലിമായ റസൂലുള്ളാഹിനെ വേദനിപ്പിച്ചവന് സംഭവിച്ചത് മാഗ്ന അൻഹു മാലുഹു വമാ കസബ്. ചില പ്രമാണിമാരുടെ, വലിയ മുതലാളിമാരുടെ മക്കൾ പെട്ടെന്ന് ഇടക്കാലത്ത് വഹാബികളായി പോകുന്നതിൻ്റെ കാരണം ഇന്ന ഷാനിയക ഹുവൽ അബ്തർ, വാലറ്റ് പോയവനാവുന്നതിൻ്റെ കാരണം
അലമന്നാസായ റസൂലുള്ളാഹിൻ്റെ തലമുറക്കാരായ ആലിമീങ്ങളെ വേദനിപ്പിച്ചത് കൊണ്ടാണെന്ന് തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അല്ലാഹുവേ, നമുക്കൊന്നും അങ്ങനത്തെ ഒരു അപകടവും വരുത്തല്ല റഹ്മാനെ. നമ്മളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, ഖൈറിൻ്റെ അഹ്ലുകാരാക്കണേ റഹ്മാനെ. നമ്മളെല്ലാവരെയും നിന്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ പെടുത്തണേ അല്ലാ.